വളരെ ശ്രദ്ധയോടെ നമ്മൾ കേൾക്കണം. ആമേൻ. ഒന്ന് മോശയോട് ഇങ്ങനെ പറഞ്ഞു, ആമേൻ, എൻ്റെ ജനമായ ഇസ്രായേൽ ജനത്തെ പുറപ്പെടുവിക്കേണ്ടതിന് ഞാൻ നിന്നെ മിസ്രയീമിലെ ഫറവോന്റെ അടുക്കലേക്ക് അയക്കും. അല്ല, അങ്ങനെയല്ലേ പറഞ്ഞ്? ഫറവോന്റെ അടുക്കലേക്ക് അയക്കും. ഇനി മോശയ്ക്ക് ഫറവോനെ അറിയില്ലേ? സത്യം പറഞ്ഞാൽ അറിയാം. ആമേൻ. എത്ര വർഷത്തെ പരിചയമുണ്ട്? 40 കൊല്ലത്തെ പരിചയമുണ്ട്. ആമേൻ. ഇപ്പോൾ വയസ്സ് 80. പക്ഷേ ഇടയ്ക്കൊരു 40 വർഷം പുള്ളി അവിടെ ഇല്ലായിരുന്നെന്ന് മാത്രം. ആമേൻ. അപ്പം 40 വർഷം, ഒന്നുകൂടെ പറഞ്ഞ, ജനിച്ചത് കുടിലാണെങ്കിലും വളർന്നത് കൊട്ടാരത്തിലാണ്. ചിലരൊക്കെ അതൊരു ഭാഗ്യമാണ്. ജനിക്കുന്നത് കുടിലായിരിക്കും, വളരുന്നത് കൊട്ടാരത്തിലായിരിക്കും. അതൊക്കെ ദൈവം നമുക്ക് നൽകുന്ന ഓരോരോ ഭാഗ്യങ്ങളല്ലേ. ആമേൻ. മോശ ജനിച്ചത്, ആമേൻ, എബ്രായർ അടിമപ്പണി ചെയ്യുന്നവൻ്റെ വീട്ടിനകത്താണ്. പക്ഷെ വളർന്നത് എവിടാ? കൊട്ടാരത്തിനകത്ത്. കിടന്നത് പട്ടുമെത്തയില, കളിച്ചത് രാജകുമാരന്മാരുടെ കൂടെയാ, തിന്നത് രാജഭോജനമാണ്, ധരിച്ചത് രാജവസ്ത്രമാണ്. ആമേൻ. ഇന്ന് ഞാനും നിങ്ങളോട് പറയാ, ഇതെല്ലാം ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ആമേൻ. ചിലതൊക്കെ നന്മ അനുഭവിക്കുന്നു, ഒരു യോഗ്യതയും ഇല്ലാഞ്ഞിട്ട് ദൈവം തന്നതല്ലേ? അതോ നമ്മൾ വല്ല എഴുതി പറക്കി വച്ചിട്ട് ജനിച്ചതാണോ? ഇല്ലെന്നേ. ഒന്നും നേടിയതല്ല, ദൈവം തന്നതാണ്. ഇന്ന് പരിശുദ്ധാത്മാവ് ഇതിനകത്തും ചിലതിനോട് പറയുന്നു, നമ്മളായിട്ടൊന്നും നേടിയതല്ല, ചിലതൊക്കെ ദൈവം നമുക്ക് തന്നതാണ്. ആമേൻ. അതിന് ദൈവത്തിന് നന്ദി പറഞ്ഞോണം കേട്ടോ. ഹല്ലേലൂയ. കാരണം നമ്മളായിട്ടൊന്ന് നേടാൻ നോക്കിയാൽ ഒന്നും നടക്കത്തില്ല. ചിലതൊക്കെ ദൈവം നമുക്ക് തന്നെങ്കിൽ അത് ദൈവത്തിൻ്റെ ഒരു കൃപയാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ജനിച്ചത് കുടിലാണെങ്കിലും വളർന്നത് കൊട്ടാരത്തിലാണ്. ആമേൻ. ആമേൻ. ജനിച്ച ഇടം നോക്കിയാൽ അവൻ അടിമയായി ജനിച്ചത്, അടിമപ്പണി ചെയ്യേണ്ടവൻ, പക്ഷെ വളർന്നത് രാജകുമാരനൊപ്പമാണ്. ആമേൻ. വാസ്തവമായിട്ട് ഞാൻ പറയാം, 40 വയസ്സുവരെ കൊട്ടാരത്തിൽ ജീവിച്ച, ഫറവോനുമായി നല്ല ബന്ധത്തിൽ വളർന്ന, അവൻ്റെ ആമേൻ കൊട്ടാരത്തിലെ പ്രിയപ്പെട്ടവരുമായിട്ടുള്ള എല്ലാ ഇടപെടലുമായിട്ട് നടന്ന മോശ 40ാമത്തെ വയസ്സിൽ, ആമേൻ, ബൈബിൾ പറയുന്നു, ആവശ്യമില്ലാത്ത ചില കാര്യങ്ങൾക്ക് പുള്ളി കയറി ഇങ്ങോട്ട് ഇടപെട്ടു. അല്ലേ? ഇടപെട്ടത് എന്തിനാ? അവൻ 2 പേര് തല്ലുകൂടുമ്പോൾ പുള്ളി എന്ന് പിടിച്ചു മാറ്റാൻ പോയതാ. ചിലർക്ക് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അവൻ ആവശ്യമില്ലാത്ത പ്രശ്നം, വഴിയേ പോകുന്ന പ്രശ്നം ചെന്ന് പിടിച്ചു മാറ്റാൻ പോകും. പിന്നെ അവനായിരിക്കും അതിൻ്റെ 1-ാം പ്രതി. ഒരു ഹല്ലേലൂയ പറഞ്ഞ്. തൃശ്ശൂരിൽ അങ്ങനെ ആരും ഇല്ലാത്തതിനായി സ്തോത്രം ചെയ്യുന്നു. തിരുവനന്തപുരത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ പരിപാടിയൊക്കെ ഉണ്ട്. ആമേൻ. ശ്രദ്ധിച്ച് കേൾക്കണേ. അപ്പം പുള്ളി എന്നത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ആമേൻ. അതെ, പുള്ളി എന്നാ ചെയ്തേ? പുള്ളി എന്ന് പിടിച്ചു മാറ്റാൻ വേണ്ടി ഇടയിൽ കയറി. സത്യം പറഞ്ഞ പുള്ളി കൈ നീട്ടി. ഈ കൈ നീട്ടിയപ്പോൾ ഒരു പുള്ളി അങ്ങ് താഴെ വീഴുന്നു, ശ്വാസവും പോയി. അതിനെ നമ്മൾ പറയുന്ന പേരുണ്ട് മരിച്ചുപോയി എന്ന്. അപ്പോൾ പുള്ളി കൈ നീട്ടി, ഒരുത്തൻ ചത്തു കഴിഞ്ഞപ്പോൾ പുള്ളി മറ്റേ പുള്ളിയോട് വേണ്ട, ആരത്തും പറയല്ലേ, ഞാൻ തന്നെ ശുശ്രൂഷയൊക്കെ ചെയ്തോളാം. പുള്ളി മണ്ണ് മാന്തി ഈ മരിച്ചുപോയ പുള്ളിനെ അവിടെ അങ്ങ് കുഴിച്ചിട്ടേച്ച് പറഞ്ഞു, ആരടുത്തും പറയില്ല, നീയും വെക്കോ, ഞാൻ ഇതുവഴി വെക്കോളാം. പക്ഷെ പിറ്റേന്ന് വേറെ 2 പേര് അടുത്ത പ്രശ്നം. ഇത് ചിലർക്കൊരു സ്ഥിരം പരിപാടിയാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞ്. ഇവിടെ അങ്ങനെയുള്ള പരിപാടി ഉണ്ടോ? നിങ്ങൾ സ്തോത്രമൊന്നും പറയുന്നില്ല. ചിലർക്കൊരു സ്ഥിരം പരിപാടി, ഇന്നൊരു പ്രശ്നത്തിൽ കയറി നാളെ വേറെ പ്രശ്നം ഉണ്ടാക്കണം. ആമേൻ. ഈ മോശ പിറ്റേന്ന് പോയപ്പോൾ വേറെ 2 എണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടാൻ കണക്കാക്കി വഴക്കും പറഞ്ഞ് അടിയുണ്ടാക്കിക്കൊണ്ട് നിൽക്കുക. ആമേൻ. മോശ ചെന്നങ്ങോട്ട് പതിയെ തലയിട്ടു. എന്നതാടാ നിങ്ങളുടെ പ്രശ്നം? എന്നതാ പ്രശ്നം? അന്നേരം അതിലൊരുത്തൻ ഇങ്ങോട്ട് പറഞ്ഞു, നിന്നെ ആരാടാ ഞങ്ങൾക്ക് രാജാവാക്കിയേ? ഇന്നലെ ഒരുത്തനെ അടിച്ചു വന്നത് ഞാൻ അറിഞ്ഞു, ഞങ്ങളെയും കൊല്ലാനാണോടാ ഭാവം? പുള്ളിക്ക് മനസ്സിലായി. ആമേൻ. ആരും അറിയത്തില്ലെന്ന് പറഞ്ഞ് ചെയ്തതല്ല, ഇപ്പം പരസ്യമായി ഫ്ലാഷ് ആയിക്കൊണ്ടിരിക്കുക. ഒരു ഹല്ലേലൂയ അവിടെ പറഞ്ഞ്. ആമേൻ. 2ാമത്തെ പ്രശ്നം. ആമേൻ. ഈ പ്രശ്നത്തിൽ തലയിടാൻ ചെന്നപ്പോഴേ പുള്ളി, ആമേൻ, ആദ്യത്തെ പ്രശ്നം ലീക്കായി എന്ന് മനസ്സിലായി. രാജാവ് അന്വേഷിക്കുക നിന്റെ തലയെടുക്കാൻ വേണ്ടി. സത്യം പറയില്ല, കേട്ട വാദി കേൾക്കാത്ത വാദി. പുള്ളി അവിടെ നിന്ന് പിന്നെ കൊട്ടാരത്തിലേക്ക് അല്ല പോയത്, അവിടെ നിന്ന് ഒറ്റ ഓട്ടം ഓടി. കാരണം ഇനി ഫറവോൻ എന്നെ കണ്ടാൽ പുള്ളി എന്നെ കൊന്നുകളയും. അതുകൊണ്ട് രക്ഷപ്പെടാൻ 40ാമത്തെ വയസ്സിലൊരു ഓട്ടം ഓടി ചെന്ന് നിന്നത് മിദ്യാനിലെ പുരോഹിതനായ യിത്രോവിൻ്റെ വീട്ടിലാണ്. ആമേൻ.
ശ്രദ്ധിക്കണം, 40 കൊല്ലമേ ഭൂമിയിലെ സൗഭാഗ്യമെന്ന കൊട്ടാരത്തിനകത്ത് ഈ മോശയ്ക്ക് വാഴാനും ജീവിക്കാനും കഴിഞ്ഞുള്ളൂ. എന്നാൽ അത് കഴിഞ്ഞപ്പോൾ പിന്നെ പോയത് ഒരു പുരോഹിതന്റെ വീട്ടിലാ. പുരോഹിതന്റെ വീടെന്ന് പറയുന്നത് ഒരു പാവപ്പെട്ട വീട്. പുരോഹിതന് പെൺമക്കൾ ഉണ്ടായിരുന്നു. അതിൽ ഒന്നിനെ മോശയ്ക്ക് കല്യാണവും കഴിച്ചു കൊടുത്തു. പുള്ളിയോട് പറഞ്ഞു, എടാ, രാജകൊട്ടാരമില്ല, രാജാവിന്റെ കട്ടിലില്ല, പട്ടുമെത്തയില്ല, പട്ടുവസ്ത്രമില്ല, പക്ഷെ നിൽക്കാമെങ്കിൽ ഒരു വടി ഞാൻ തരാം. അത് ആടുകളെ മേയ്ക്കുന്ന വടിയാ. എൻ്റെ കീഴിൽ കുറച്ച് ആടുണ്ട്, ഇതിന് മേയിച്ചു നീ വളർന്നാൽ നിനക്കും നിന്റെ കുടുംബത്തിനും പിള്ളേർക്കും ഉള്ളത് ഇവിടെ കിട്ടും. ഒരു ഹല്ലേലൂയ കൂടെ പറഞ്ഞ്. അപ്പം 41-ാം വയസ്സിൽ പുള്ളി തൻ്റെ ജീവിതം അങ്ങ് സെറ്റിലാക്കി. എന്നതാ കിട്ടിയ പണി? ആടുമേപ്പ. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, എവിടെയെങ്കിലും സെറ്റിലാകണമെന്ന് പുള്ളി ഒന്ന് തീരുമാനിച്ചു. പുള്ളി അങ്ങ് സെറ്റിലായി. ഞാനും നിങ്ങളോട് പറയാം, അത് ഈ 20, 25, 30 നമ്മളിവിടെ സെറ്റിലാകത്തില്ല. ആദ്യം ഒരു പണിക്ക് പോകും, കുറച്ച് കഴിയുമ്പോൾ വേറെ പണിക്ക് പോകും, 6 മാസം കഴിയുമ്പോൾ അടുത്ത കമ്പനി കയറി, ഇങ്ങനെ കറങ്ങി നടക്കുക. ഒരു 10-35 വയസ്സൊക്കെ കഴിയുമ്പോഴായിരിക്കും ചിലതൊക്കെ പൂർണ്ണമായി സെറ്റിലാകുന്നത്. ഒരു ഹല്ലേലൂയ പറഞ്ഞ്. എല്ലാവരുടെ കാര്യം അങ്ങനെ, ചിലരുടെ കാര്യങ്ങളാ. മോശമൊന്ന് കറങ്ങിയൊക്കെ നടന്നേച്ചാ പുള്ളി അങ്ങ് സെറ്റിലായി. ഇപ്പൊ എന്നതാ പുള്ളിയുടെ പണി? ആടുമേയ്ക്കുക. 40 വർഷം ആടും വെച്ച് മരുഭൂമിയുടെ അകത്ത് പുള്ളി ഇങ്ങനെ കറങ്ങി നടക്കുക. എന്നാൽ പിന്നൊരു 40 വർഷം കൂടെ കഴിഞ്ഞ് മോശയുടെ പ്രായം 80. ഹോരേബിന്റെ ചുവട്ടിൽ ആടിനെയും കൊണ്ട് മേയിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് ബൈബിൾ പറയുന്നു, കത്തുന്ന ഒരു തീ മുൾപ്പടർപ്പുകളുടെ മുകളിൽ വെളിപ്പെടുകയാ. പരിശുദ്ധാത്മാവിൽ ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുകയാണ്. ഒരു പ്രതീക്ഷയില്ലാത്ത സമയത്ത് പ്രതീക്ഷിക്കാത്തൊരു തീ മോശയുടെ മുന്നിൽ കത്തുമ്പോൾ മോശയ്ക്ക് മനസ്സിലായി, അപ്രതീക്ഷിതമായ എന്തോ ഒന്ന് ഇതിനകത്ത് സംഭവിക്കാൻ പോവുകയാണ്. ഇന്ന് ആത്മാവിൽ ഞാൻ നിങ്ങളോട് പറയാം, നീ പ്രതീക്ഷിക്കാത്ത ദൈവ സാന്നിധ്യം ഇന്ന് ഇതിനകത്ത് നിന്നിൽ വെളിപ്പെടുന്നുണ്ടെങ്കിൽ ഇന്ന് പകലിൽ ചില നിയോഗങ്ങൾ കൈമാറാൻ. Receive the fire of God. ആത്മാവിന്റെ സാന്നിധ്യം ഒരു തീ പോലെ ഇന്ന് പകലിൽ ചില ശരീരങ്ങളെ തൊടും. In the mighty name of Jesus. Amen. 40 കൊല്ലം ഒളിച്ചു നടന്ന മരുഭൂമിയിൽ ആടുമേച്ചവന്റെ മുൻപിൽ അതുവരെ ആർക്കും വെളിപ്പെടാത്തൊരു അഗ്നി വെളിപ്പെടുകയാണ്. ഇന്ന് പരിശുദ്ധാത്മാവിൽ ഞാനും നിങ്ങളോട് പറയാ, പലർക്കും വെളിപ്പെടാത്ത ഒന്ന് സാധാരണക്കാരനായി നടക്കുന്ന മോശയ്ക്ക് വെളിപ്പെട്ടെങ്കിൽ അത് അവനെ വ്യത്യസ്തനാക്കി മാറ്റിയെങ്കിൽ ഈ ശനിയാഴ്ചയുടെ പകലിൽ ആർക്കും വെളിപ്പെടാത്തൊരു ദൈവ സാന്നിധ്യം നിന്നിൽ വെളിപ്പെട്ടാൽ നീ ഒരു സ്പെഷ്യലായി മാറാൻ പോവാ. നീ ഒരു സ്പെഷ്യലായി മാറാൻ പോവുക. വിശ്വസിക്കുന്ന ദൈവമക്കളോട് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്, നീ ഒരു സാധാരണക്കാരനായിരിക്കാം, പക്ഷെ പലർക്കും വെളിപ്പെടാത്തൊരു തീ മോശയ്ക്ക് വെളിപ്പെട്ട ദിവസം മുതൽ അവൻ സ്പെഷ്യലായി മാറി. Glory to Jesus. അതുകൊണ്ട് ഇന്ന് പകലിൽ പ്രാർത്ഥിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളും പ്രാർത്ഥിക്കണം. കർത്താവേ, ആർക്കും വെളിപ്പെടാത്തൊരു തേജസ് എനിക്ക് വെളിപ്പെടണം, ആർക്കും വെളിപ്പെടാത്തൊരു മഹത്വം എനിക്ക് വെളിപ്പെടണം. അങ്ങനൊന്ന് തൃശ്ശൂർ പട്ടണത്തിനകത്ത് നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ടാൽ ഇന്നലകളിൽ നിന്നിച്ചും ഒന്നും കഴിയത്തില്ലെന്ന് പറഞ്ഞ നിന്റെ പ്രാണന് വിലയിട്ട പലരുടെയും മുൻപിൽ ദൈവം നിന്നെ മാനിക്കുന്ന ഒരു സീസൺ ഇന്നു മുതൽ തുടങ്ങാൻ പോവുകയാ. വിശ്വസിക്കുന്നവരോട് ദൈവാത്മാ പറയുന്നു, ആ സീസൺ സ്റ്റാർട്ട് ആകാൻ പോവുകയാ. യേശുവിന്റെ നാമത്താൽ ഞങ്ങൾ ജയമെടുക്കുകയാണ്. ആർക്കും വെളിപ്പെടാത്തൊരു തീ മോശയ്ക്ക് വെളിപ്പെട്ടു. കാരണം ബാക്കി കത്തുന്ന തീയൊക്കെ കത്തി പലതിനെയും ചാമ്പലാക്കുമ്പോ മോശ കണ്ട തീ കത്തുന്നു എങ്കിലും വെന്തു പോകുന്നില്ല.
നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ തന്നെ പ്രാർത്ഥിക്കണം. കർത്താവേ, മറ്റാട്ടിടയന്മാർക്ക് കിട്ടിയതല്ല എനിക്ക് വേണ്ടത്. അവരാരും കാണാത്തത് എൻ്റെ കണ്ണിൽ വരണം. അവരാരും കാണാത്തത് എനിക്ക് കിട്ടണം. അവരാരും അനുഭവിക്കാത്തത് എനിക്ക് കിട്ടണം. ഇന്ന് പകലിൽ കൊതിയോടെ നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, യെസ്, കാത്തിരിക്കുന്ന നിനക്ക് വേണ്ടി സ്വർഗം റിലീസ് ചെയ്യുന്നത് അസാധാരണമായ ഒരു ദൈവ പ്രവൃത്തിയാ. ശ്രദ്ധിച്ചേക്കണേ, 80-ാമത്തെ വയസ്സിൽ തീ വെളിപ്പെട്ടപ്പോൾ മോശ ആദ്യം ഒന്ന് പേടിച്ചെങ്കിൽ രണ്ടാമത് തീയുടെ അടുത്തേക്ക് പോയി. ആമേൻ. സാന്നിധ്യത്തെ മനസ്സിലാക്കിയ മോശ തീയുടെ അടുത്തേക്ക് പോയി. അണയ്ക്കാനാണോ പോയെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അടുക്കലേക്ക് ചെല്ലുമ്പോൾ തീ അവനോട് സംസാരിക്കാൻ തുടങ്ങി. ഇന്ന് ദൈവാത്മാവിൽ ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയുക. ഇത് കണ്ടിട്ട് ഓടുന്നവന് ദൈവത്തിന് ആവശ്യമില്ല. അടുത്തോട്ട് വരാൻ റെഡിയാണെങ്കിൽ ഇത് നിന്നോട് സംസാരിക്കാൻ പോവുക. യെസ്, അടുത്തോട്ട് വരാൻ റെഡിയാണെങ്കിൽ ഇത് നിന്നോട് ഇടപെടാൻ പോവുകയാണ്. ആർക്കും കൊടുക്കാത്ത ചില നിയോഗങ്ങൾ അവിടെ വെച്ച് നിനക്ക് കൈമാറും. ആർക്കും കൊടുക്കാത്തൊരു വടി അവിടെ വെച്ച് നിനക്ക് ഹാൻഡ് ഓവർ ചെയ്യും. ഇന്ന് രാപ്പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ആർക്കും ലഭിക്കാത്ത ചിലത് നിനക്ക് വേണ്ടി തരാ. ഓ ലാബാന ഷെഖേറിയാം ധീനി റീബൽ പ്രൗഢി ബിരികടക വക്ഷസ്കമനകടകസേ. ആമേൻ. ശമൂവേൽ ബാലനോട് ചോദിച്ച ശമൂവേൽ ബാലൻ പറയുക, ഞാൻ ദൈനംദിനം പെട്ടകത്തിൻ്റെ അരികിൽ ചെന്ന് കിടന്നതാ. പക്ഷെ ഒരു ദിവസം എന്നെ 1 അല്ല 2 അല്ല 3 തവണ എൻ്റെ പേർ ചൊല്ലി വിളിച്ചോ. ഞാൻ ഓടിയത് ഏലി പുരോഹിതൻ്റെ അടുത്താ. പുരോഹിതൻ പറഞ്ഞു, എൻ്റെ അടുത്തല്ലടാ, അതിൻ്റെ അടുത്തേക്ക് പോ. അടുത്ത തവണ വിളിക്കുമ്പോൾ അവൻ തിരിഞ്ഞോടിയതല്ല, പെട്ടകത്തിൻ്റെ അരികിലോട്ട് ചെന്ന് മുട്ടുമടക്കിയപ്പോൾ അത് അവനോട് സംസാരിച്ചു. ഇന്ന് പരിശുദ്ധാത്മാവിൽ ഒരു കാര്യം കൂടെ നിങ്ങളോട് ഓർമ്മിപ്പിക്കുന്നു. തിരിഞ്ഞോടുന്നവനെ അല്ല ദൈവത്തിന് വേണ്ടത്. അടുത്തോട്ട് വരാൻ മനസ്സുണ്ടെങ്കിൽ ആരും കേൾക്കാത്ത ദൈവ ശബ്ദം ഈ പട്ടണത്തിനകത്ത് ദൈവം ചിലർക്ക് വേണ്ടി ഇന്ന് നിന്റെ കാതിൽ കേൾപ്പിക്കാൻ പോവുകയാണ്. Glory to Jesus. In the name of Jesus. Udaraba Shantana Regal Kamanagadaze Vaishas Proudi Birigadagaze. ആരും കേൾക്കാത്ത ശബ്ദം ചിലര് കേൾക്കുമെന്ന് ഈ ശനിയാഴ്ചയിൽ ആരും കേൾക്കാത്ത ചില ശബ്ദം ചില കാതുകൾ കേൾക്കാൻ പോവുകയാ. ആത്മമണ്ഡലത്തിൽ ദൈവം ചിലത് തുറക്കാൻ പോവുകയാ. Glory, hallelujah, praise God. മോശയോട് ദൈവം സംസാരിച്ചു. മോശയ്ക്ക് ദൈവം കൊടുത്ത അടുത്ത ജോലി എന്ന് പറയുന്നത് ഇസ്രായേൽ ജനമെന്ന എൻ്റെ ജനത്തെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചുകൊണ്ട് വരണം. കരമുയർത്തിയിട്ടൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഞാനിത് പറയുമ്പോൾ ഇതിനകത്തും രോഗശാന്തി വേണ്ടിയവർ രോഗശാന്തി പ്രാപിച്ചോണം, വിടുതൽ ആവശ്യമായിരുന്നു പ്രാപിച്ചോണം. എങ്കിലും ഇതിനിടയിൽ ചിലതിനെ മോശമാരെ പോലെ ദൈവം കാണുകയാ. എന്തിന്? ചില അടിമത്വത്തിൽ നിന്ന് ചിലതിന് ദൈവരാജ്യത്തിലോട്ട് പിടിച്ചോണ്ട് വരേണ്ട ഒരു തലമുറ ഇതിനകത്തുണ്ട്. വിശ്വസിക്കുവാണെങ്കിൽ ഇന്ന് പകലിൽ സ്വർഗമാ നിയോഗം നിന്നിൽ റിലീസ് ചെയ്യും. Yes, take the power of Holy Spirit. അടിമത്വത്തിൽ കിടക്കുന്ന ഒരു ദേശം, അടിമത്വത്തിൽ കിടക്കുന്ന തലമുറകൾ നിന്നിലൂടെ പുറത്തു വരും, നിന്നിലൂടെ പുറത്തു വരും. ഈ പകലിൽ സ്വർഗം അത് നിന്നിൽ റിലീസ് ചെയ്യാൻ പോവാ. ഓ Rakamana Shekeri Athene Rival Proudi Birigadagasi Hatuna Regal Kamanagasi Widash Proudi Birigadagasi in the mighty name of Jesus. Hallelujah. Amen. ഇതിനകത്ത് അങ്ങനെയുള്ള ചിലതിനൊക്കെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോവാ. കർത്താവിന് വേണ്ടി എന്തൊക്കെ ചെയ്യണമെന്ന് നിങ്ങൾക്ക് കൊതിയുണ്ട്, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതുവരെയും. 2025 മെയ് മാസം കുറിച്ചിട്ടോ ഇന്ന് ചിലത് ദൈവം നിങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്യും. അത് നിങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ഈ 2025 ഡിസംബർ 31 വിരലിൽ എണ്ണാൻ കഴിയുന്നതിനേക്കാൾ ചില ദൈവ പ്രവൃത്തികൾ നിങ്ങളിലൂടെ വെളിപ്പെടുത്തുവാൻ എന്റെ ദൈവം ശ്രദ്ധ. Come on, receive the power of Holy Spirit.
Shandal Kamana Gadaga, Shida Proudy Birigadagas, Atuna Regal Kamana, Waishas Proudy Birigadaga, Ratchas Kamana Gadaga, Eshuin the Namatal Nangal Jayamadekugayana, Udamana Shandal Kamana Gadagase. Glory to Jesus. Hallelujah. അപ്പോൾ മോശയോട് കർത്താവ് പറഞ്ഞതാ, എടാ എൻ്റെ ജനത്തെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ആമേൻ ഞാൻ നിന്നെ അയക്കാൻ പോവാ. മോശ പറഞ്ഞു, ഒന്നാമത് വയ്യാത്തവനാ ഞാൻ. ആമേൻ. ശ്രദ്ധിച്ചേക്കണം, ഒരാൾ തൻ്റെ ബലഹീനത ഒരിക്കലും വെളിപ്പെടുത്താറില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങൾ ആരോടെങ്കിലും പറയൂ. കുഴപ്പം മൂത്ത് കഴിഞ്ഞാലേ പറയത്തുള്ളൂ. ചെറിയ കുഴപ്പമാണെങ്കിൽ ആരും പറയത്തൊന്നുമില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞ്. വയറിന് ഇത്തിരി വേദന ഉണ്ട്, ആരും മിണ്ടില്ലെന്നേ. ഈ വയറുവേദന ഒരു 6 മാസമായിട്ട് ഇങ്ങനെ പെരി വരുവാണെങ്കിൽ നമ്മൾ മിണ്ടും. ഒരു ഹല്ലേലൂയ പറഞ്ഞില്ല. ആമേൻ. നമുക്ക് എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് ഉണ്ട്, ആരോടും പറയാറില്ല. ഗ്ലോറി. 80 വയസ്സ് വരെ മോശ കോളറും പിടിച്ച് നിന്നതാ. പക്ഷെ ഒരു വിഷയം കർത്താവ് പറഞ്ഞപ്പോഴേ പുള്ളി പറയുക, നിനക്കറിയാലോ ഞാൻ പണ്ടേ സംസാരിക്കാൻ മോശമാ, എന്നെ വിക്കനാണ്. ഇവിടെ ഇടുന്നുണ്ടോ നിങ്ങൾക്ക്? ആമേൻ. വയ്യാതിരിക്കുമ്പോൾ ഉള്ള ബലഹീനത ഒക്കെ നമ്മൾ പറയും. ഇല്ലാത്ത ബലഹീനത ഉണ്ടാക്കി വരെ വേണമെങ്കിൽ പറയും. തൃശ്ശൂരിൽ അങ്ങനെ ഇല്ലാത്തതിനായി സ്തോത്രം. ഒരു ഹല്ലേലൂയ പറഞ്ഞില്ലേ? ഗ്ലോറി ടു ജീസസ്. ഞാൻ തിരുവനന്തപുരംകാരല്ലേ, അപ്പോൾ അവിടുത്തെ സ്വഭാവമല്ലേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ആമേൻ. ശ്രദ്ധിച്ചേക്കണേ. അപ്പോൾ വയ്യാതിരിക്കുമ്പോൾ ഇല്ലാത്ത ബലഹീനതയൊക്കെ നമുക്ക് എന്ത് ചെയ്യും, അങ്ങോട്ട് പറയും. നമുക്കത് ചെയ്യാൻ വയ്യ, എന്നാൽ പിന്നെ ഇല്ലാത്ത ബലഹീനത ഒക്കെ വരും. അതെ, പുള്ളി ദൈവത്തോട് പറയും, കർത്താവേ ബോധിച്ച മറ്റാരെങ്കിലും ഇങ്ങ് വിട്ടാലും. ദൈവത്തോട് പറയുക, പുള്ളി ദൈവത്തോട് പറയുക, കർത്താവേ നിനക്ക് ബോധിച്ച, എന്നെക്കാൾ നല്ല ആരോഗ്യമുള്ള, എനിക്ക് 80 വയസ്സായി, എന്നെക്കാൾ നല്ല ആരോഗ്യമുള്ളവരുണ്ട്, സംസാരിക്കാൻ കരുത്തുള്ളവരുണ്ട്, പൊക്കവും വണ്ണമുള്ളവരുണ്ട്, ആമേൻ, നല്ല കഴിവുള്ളവരുണ്ട്, ആരെങ്കിലും അങ്ങ് വിട്. ഇത്രയും പറഞ്ഞപ്പോൾ ദൈവത്തിന് ദേഷ്യം വന്നു. എടാ, ഞാൻ നിന്നെ ഒരു ഡ്യൂട്ടി ഏൽപ്പിച്ചപ്പോൾ നീ എന്ത് ചെയ്യുക, നീ കൈ അങ്ങ് കുടഞ്ഞു കളയുക അതിനെ. ആമേൻ. കർത്താവ് തിരിച്ചു ചോദിച്ചു, എന്നാ കാര്യം? ഞാൻ വിക്കനാണ്. ഒരു പേര് ആമേൻ ഉച്ചരിച്ച് 3 തവണ ഉച്ചരിച്ചാലേ ആ പേരാക്കി പറയാൻ പറ്റൂ. ആമേൻ. വിക്കനാണ്, തടിച്ച നാവുള്ളവനാണ്, സ്പീഡേ സംസാരിക്കാൻ പറ്റത്തില്ല, അങ്ങനെ ഒരുപാട് പ്രോബ്ലം ഉണ്ട്. അതുകൊണ്ട് എനിക്ക് പകരം വേറെ ആരെങ്കിലും. ഞാൻ ചോദിക്കട്ടെ, ഇതിൽ വല്ല ന്യായം ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കാരണം ജനിച്ച് 3-ാം മാസം മുതൽ പുള്ളി വളർന്നത് എവിടാ? ആ കൊട്ടാരത്തിൽ. 80-ാം വയസ്സിൽ ആ കൊട്ടാരത്തിൽ ആ പഴയ സംസാരം സംസാരിക്കുന്നത് വല്ല കുഴപ്പം കാണൂ? അപ്പം അതിൻ്റെ അർത്ഥം എന്തുവാ? പുള്ളിക്ക് വയ്യ, കൊടഞ്ഞു കളയുക. ജനിച്ചതും 40 കൊല്ലം വളർന്നതും ഒക്കെ ഇതേ കൊട്ടാരത്തിലല്ലേ. ഇവന്റെ സംസാരം അവിടെ ഉള്ളവർക്ക് അറിയത്തില്ലേ? ഇവൻ എങ്ങനെ സംസാരിക്കുമെന്ന് എല്ലാവർക്കും അറിയാലോ. പിന്നെ ഇപ്പൊ എന്തിനാ ദൈവത്തോട് പറയുന്നത്? കർത്താവേ തടിച്ച നാവുള്ളോൻ വിക്കാൻ. അതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. സംസാരമല്ല പ്രശ്നം. അവൻ പേടിച്ചു, അവന് പോകാൻ വയ്യ, അവൻ വയ്യെന്ന് പറഞ്ഞ് കൊടയുകയാ. പക്ഷെ ഇന്ന് ദൈവാത്മാവ് ഒരു ദൂത് നിങ്ങളോട് പറയുക, നിനക്ക് വയ്യായിരിക്കും, ദൈവം നിന്നെ അയക്കുന്നത് ആമേൻ നിന്റെ ബലത്തിലല്ല, എന്റെ ദൈവത്തിന്റെ ശക്തിയിലാണെങ്കിൽ ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, അസാധാരണമായ പ്രവർത്തികൾ നിന്നിൽ വെളിപ്പെട്ടു വരാൻ പോവുകയാ. ഓ റീബാന ശന്തൽ കമനഗഡഗസേ വൈഷസ് പ്രൗഢിബിരഗസേ, അസാധാരണമായ ദൈവപ്രവർത്തികൾ എത്ര പേരെന്ന് പകലത്ത് വിശ്വസിക്കുന്നുണ്ട്? ദൈവാത്മാവ് പറയുന്നു, ആമേൻ, നിന്നെ അയക്കുന്നത് ദൈവമാണെങ്കിൽ നീ പേടിക്കേണ്ട കാര്യമില്ല. ദൈവം അയച്ചിട്ട് പറയുക, 40 കൊല്ലമായില്ലേ നീ മിസ്രൈമിൽ പോയിട്ട്, നീ ഇനി അങ്ങോട്ട് പോകണം. പോകുമ്പോൾ ദൈവം എന്നാ പറഞ്ഞേ? അടയാളങ്ങൾ പ്രവർത്തിക്കേണ്ടതിനാ ഈ വടിയും കൂടെ കൊണ്ടുപോകണം. ഒരു ഹല്ലേലൂയയോടെ പറഞ്ഞേ. അവിടാണ് എൻ്റെ വിഷയം. ഞാൻ അവിടെ 1-2 കാര്യം കൂടെ പറഞ്ഞു പെട്ടെന്ന് നിങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കും. ചിലർക്കെന്ന് വടി കിട്ടും. ഹല്ലേലൂയ. വടി കിട്ടും. വടി കൊണ്ടുപോകണം പോവാനെന്ന്. ആമേൻ. ഞാൻ വടിയൊന്നും കൊണ്ടുവന്നിട്ടില്ല. ഈ വടി മേലേം തരും. ഗ്ലോറി ടു ജീസസ്. ഈ വടി എന്തിനുള്ള വടിയാണ്? ആടിന് പ്ലാങ്കുഴ പിടിക്കാനുള്ള വടിയല്ല, അത്ഭുതങ്ങൾ ചെയ്യാനുള്ള വടി. ഓ, വിശ്വസിക്കുന്നവർ ഈ പട്ടണത്തിനകത്തുണ്ടെങ്കിൽ ഇന്ന് പകലിൽ ആത്മാവ് ഞാൻ പ്രവചിക്കുകയാണ്, ആടിന് തീറ്റി കൊടുക്കേണ്ട വടിയല്ല, അടയാളങ്ങൾക്കുള്ള വടി. ഓ
റിബാലവ ശന്തൽ കമനകടകസേ വതുന രക്ഷസ് കമനകടകസൈഡ പ്രൗഢി ബിരികടകസേ ഇൻ ദ നെയിം ഓഫ് ജീസസ്. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന പോലെ ആടിന് തീറ്റ പറിക്കുന്ന വടിയൊന്നുമല്ല കേട്ടോ. കർത്താവ് ഏൽപ്പിച്ചു പറയുക, അടയാളങ്ങൾ പ്രവർത്തിക്കേണ്ടതിന് ഈ വടി നീ എടുക്കണം. ഹല്ലേലൂയ. അപ്പോൾ വെറുതെ ദൈവം വിടുകയല്ല, വടി എടുത്തോണ്ട് വേണം പോവാൻ. ഇനി 40 കൊല്ലം കൊട്ടാരത്തിൽ കിടന്നവൻ അറിയാം, കൊട്ടാരത്തിൽ വടിയില്ല, അവിടെ വാളും പരിചയും കുന്തവും ഒക്കെ ഉള്ളൂ അല്ലേ. കൊട്ടാരത്തിൽ കിടന്നവൻ അറിയത്തില്ല കൊട്ടാരത്തിൽ എന്തുണ്ടെന്ന്. ഈ കൊട്ടാരത്തിൽ ദൈവം അയക്കുമ്പോ എങ്ങനെ അയക്കുക? വാളില്ല, പരിചയില്ല, കുന്തമില്ല, ഇരുമ്പായുധങ്ങളൊന്നുമില്ല. കർത്താവ് കൊടുത്ത ആയുധം വടിയാ. ഇന്ന് ആത്മാവിൽ ഒരു ദൂത് കൂടെ ഞാൻ പറയാം. ആയുധമുള്ളവന്റെ അടുക്കലേക്ക് ദൈവം ഒരുത്തനെ അയക്കുന്നത് വടിയുമായിട്ടാ. പരിശുദ്ധാത്മാവിൽ ഞാൻ പറയാം, നിന്റെ കരത്തിലെ വടി ദൈവം തന്നതാണെങ്കിൽ ആയുധം ഉള്ളവൻ നിന്റെ മുൻപിൽ കീഴടങ്ങാൻ പോവുകയാ. Holy Spirit, Rimana Shekenia, Regal Kamanagadagassi, പരിശുദ്ധാത്മാവ് ഈ പകൽക്കാല ചിലരുടെ മേൽ അതോറിറ്റിയുടെ വടി ഇന്ന് പകലിൽ റിലീസ് ചെയ്യുന്നു. Take the fire. Oh, Lamana Shekenia, Regal Paudi Bidigadaga, Riba Shamanagadagassi, Atuna Rochas Kamanagadagassi. Yes, സ്വീകരിക്കേണ്ടിയവർ ഇന്ന് പകൽ സ്വീകരിച്ചോണം. അസാധാരണമായ ദൈവത്തിന്റെ കരുത്ത് നിന്നിൽ വെളിപ്പെടാൻ പോവുകയാ. ആയുധവുമായി നിൽക്കുന്നവന്റെ മുമ്പിൽ അഭിഷേകമുള്ളവർ വടിയുമായി ഇറങ്ങാൻ ഒരു സീസണായത്, ഒരു കാലഘട്ടമായത്. നീ തോൽക്കത്തില്ല, ദൈവത്തിന് ഉറപ്പുണ്ട്. ഈ വടി നീ ജയിക്കും. Labana shada rakamana rikalaba shekeriamtene ribal proudi bidigadaga rakshaskamanagadagase യേശുവിൻ നാമം ജയം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് പറയുന്നു, ആയുധങ്ങളുമായി നിൽക്കുന്നവന്റെ വീട്ടിലേക്ക് മോശയെ ഒറ്റയ്ക്ക് വിടുക. കയ്യിലെന്തുണ്ട്? വാളില്ല, കയ്യിലെന്തുണ്ട്? ഒരു വടി മാത്രം. ദൈവം തന്ന വടിയാണെങ്കിൽ ആയുധത്തെക്കാൾ മൂർച്ചയുണ്ടാകും അതിന്. ദൈവം തന്ന വടിയാണെങ്കിൽ ലോകത്തിലെ വമ്പന്മാരുടെ കയ്യിലിരിക്കുന്ന ആയുധങ്ങളെക്കാൾ അതിന് കരുത്തുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കളുണ്ടോ? ഇന്ന് പകലിൽ പട്ടണത്തിനകത്തും കയ്യിൽ വടിയുമായി ഒരു മോശയെ പോലെ നടന്നു കയറാൻ ചിലതിനെ ദൈവം വിളിക്കുക. വിശ്വസിക്കാൻ റെഡിയാണെങ്കിൽ ഇന്ന് പകലിൽ സ്വർഗം അത് നിന്നിൽ ഹാൻഡ് ഓവർ ചെയ്യാം. Oh, Rababashe, Rika Bashekenia, Regal Proudi Bidigadagassi. Hallelujah. ഒരു സാധാരണ വടി മിദ്യാനിലെ പുരോഹിതനായ ഇത്രോവ ഹമേൻ മോശയ്ക്ക് കൊടുത്തിട്ട് 40 കൊല്ലമായി. പക്ഷെ ഒന്നും നടന്നില്ല. എന്നാൽ 80ാമത്തെ വയസ്സിൽ ദൈവം ഒരു വടി കൊടുത്തു. അതിനുശേഷം അച്ഛനതൊക്കെ നടക്കുന്നേ. ലോകത്തിന്റെ വടിയാ നിന്റെ കയ്യിൽ ഇരിക്കുന്നെങ്കിൽ പ്രയോജനമില്ല. അത് ദൈവത്തിന്റെ വടിയായി എപ്പോൾ മാറുമോ അന്ന് മുതൽ സാക്ഷ്യങ്ങൾ വെളിപ്പെടാൻ പോവുക. പരിശുദ്ധാത്മാവിൽ ഞാൻ പറയാ, ദൈവത്തിന്റെ വടി എപ്പോൾ നിന്റെ കയ്യിലേക്ക് കൈമാറുമോ അന്ന് മുതൽ അടയാളങ്ങൾ വെളിപ്പെടാൻ പോവുകയാ. അസാധാരണമായ ദൈവപ്രവൃത്തികൾ വെളിപ്പെടും. ഈ മോശയെ കുറിച്ച് മാത്രമല്ല, ദാവീദിനെ നിങ്ങൾക്ക് അറിയാമല്ലോ. കാട്ടിൽ കിടന്നിട്ട് ആട് മേയ്ക്കുന്ന പണിയായിരുന്നു. മോശയെ പോലെ തന്നെ ആട്ടിടയനായ ദാവീദ്. അവനെ കുറിച്ച് പറയുന്നത് അങ്ങനെയാ, ആട്ടിടയനായ ദാവീദ്. പക്ഷെ പുള്ളി ചേട്ടന്മാരെ കാണാൻ വന്നപ്പോ ഒരു വലിയ ചേട്ടൻ ഇസ്രായേൽ മക്കളെ മൊത്തത്തിൽ നിന്ന് വെല്ലുവിളിച്ചോണ്ടിരിക്കുക. ആ പുള്ളിയുടെ പേരെന്നതാ? ഗോലിയാത്ത്. 40 ദിവസം വെല്ലുവിളിച്ചു. ഈ വെല്ലുവിളി സ്വീകരിക്കാനോ ഏറ്റെടുക്കാനോ കേൾക്കാനോ പോലും ശൗലോ തൻ്റെ ചേട്ടന്മാർക്കോ കഴിയുന്നില്ല. കാരണം ഭയന്നുപോയി, പേടിച്ചുപോയി. അവസാനം 40-ാം നാൾ ഇത് കേട്ടിട്ട് വന്ന ദാവീദ് പറയുന്നു, ഇസ്രായേലിലെ ദൈവത്തെ നിന്ദിക്കാൻ ഈ 10 അടി പൊക്കമുള്ളവൻ ആര്? അവനാകപ്പെട്ട 5 അടിയേ ഉള്ളൂ. അവൻ പറയുക, ഇവൻ ആര്? അവനേക്കാൾ ഇരട്ടി പൊക്കവും വലിപ്പവും വണ്ണവും ഉള്ളൊരു ഗോലിയാത്തിനെ കണ്ടിട്ട് ദാവീദ് ചോദിക്കുന്ന ചോദ്യം, ഇവൻ ആര്? നിങ്ങളാരും പോയില്ലെങ്കിൽ ഞാൻ അവനോട് മല്ലയുദ്ധം ചെയ്തവനെ തോപ്പിക്കാൻ പോവാ. പെട്ടെന്ന് ചേട്ടന്മാർ പറഞ്ഞിട്ട്, മക്കളെ വീട്ടിൽ പോ, ഇന്ന് തന്നെ വീട്ടിൽ അടിയന്തരം വയ്ക്കാനുള്ള വകുപ്പൊന്നുമില്ല, നീ പോ,
പുള്ളി പറഞ്ഞു, നിങ്ങളാരും പോയില്ലേ, ഞാൻ പോവും. ആമേൻ. ചേട്ടന്മാർ വരട്ടിയിട്ട് ഇവൻ പോകുന്നില്ല. അതെങ്ങനെ? ചിലടത്ത് അഭിഷേകമകത്ത് വന്നു കഴിഞ്ഞാൽ നിന്റെ പ്രവൃത്തി നീ ചെയ്യും. ആരെങ്കിലും വരട്ടിയാലൊന്നും പോകത്തില്ല, ആരെങ്കിലും തടഞ്ഞാലും പോകത്തില്ല. നിന്റെ മേക്കിടക്കുന്ന അഭിഷേകം അത് ചെയ്യാനാ ദൈവം ഇട്ടതെങ്കിൽ നീ ചെയ്തിരിക്കും, നീ ചെയ്തിരിക്കും, നീ ചെയ്തിരിക്കും. തടയാൻ പറ്റത്തില്ല. ഒരൊറ്റ പിശാചും അതിനെ തടയത്തില്ല, ഒരൊറ്റ ശക്തികളും അതിനെ തടയത്തില്ല, ഒരൊറ്റ മനുഷ്യരും അതിനെ തടയത്തില്ല. ഓ ഹോളി സ്പിരിറ്റ്, ആരും തടയത്തില്ല. ദാവീദ് പറഞ്ഞു, നിങ്ങൾ ആരും പോയതില്ല, ഞാൻ പോവും. പുള്ളി ഇങ്ങനെ പോകുന്നുണ്ടപ്പോൾ രാജാവ് വിളിച്ചു പറഞ്ഞാ, ആ ചെറുക്കൻ എവിടെ നിന്നാണ് കയറി വരുന്നേ? അവൻ ഗോലിയാത്തിനെ കൊല്ലാൻ പോവുക. അന്നേരം ശൗല് വിളിച്ചു പറഞ്ഞു, രാജാവ് വിളിച്ചു പറഞ്ഞു, അവനെ വിളി. അവൻ്റെ കയ്യിൽ വാളില്ല, പരിചയമില്ല, പടച്ചട്ടയില്ല, ചെരുപ്പില്ല, ഒന്നുമില്ല. രാജാവ് പറഞ്ഞിട്ട്, നീ തിരിച്ച് നിൻ്റെ ഡെഡ് ബോഡിയെങ്കിലും എനിക്ക് വീട്ടിൽ കൊടുക്കണ്ടേ? എൻ്റെ പടച്ചട്ട നീ ഇട്ടിട്ട് പോ, എൻ്റെ വാള് നീ എടുത്തോണ്ട് പോ, എൻ്റെ ആയുധങ്ങൾ നീ കൊണ്ടുപോ. ഇതെല്ലാം കൂടെ എടുത്ത് ദാവീദിൻ്റെ കൈ കൊടുത്തപ്പോൾ 5 വയസ്സുകാരൻ 40 വയസ്സുകാരൻ്റെ ഷർട്ടിട്ട പോലെയാണ്. ശ്രദ്ധിച്ച് കേൾക്കണേ. അങ്ങനൊരു ഷർട്ട് നമ്മുടെ പിള്ളേർക്ക് ഇട്ട് കൊടുത്താൽ 5 വയസ്സുകാരനോ 6 വയസ്സുകാരനോ അവൻ്റെ പപ്പായുടെ ഷർട്ടത്ത് ഇട്ട് കൊടുത്താൽ അവരെങ്ങനെ നടക്കും? ഇതുപോലെ തപ്പാൻ തുടങ്ങി. എന്നിട്ട് ദാവീദ് പറഞ്ഞു, എനിക്കിതൊന്നും ശീലമില്ല, ഇതെല്ലാം ഞാനങ്ങ് ഇടുക. എനിക്ക് വാള് പൊക്കാൻ അറിയില്ല, എനിക്ക് പരിചയ പിടിക്കാൻ വലിയ വശമില്ല, ഈ കുന്തമുന എനിക്ക് എറിയാൻ അറിയത്തില്ല, ഇതൊന്നും എനിക്ക് വേണ്ട. എന്നെ അയച്ചത് ദൈവമാ, കയ്യിലൊരു വടിയുണ്ട്, ഇതും കൊണ്ട് ഞാൻ പോവാം. ആയുധമേന്തി നിൽക്കുന്നവൻ്റെ അടുത്ത് ദാവീദ് പോയത് വടിയും കവണയുമായിട്ടാ. പരിശുദ്ധാത്മാവ് ഞാൻ നിങ്ങളോട് പറയാം, ദൈവം കൊടുത്ത വടി നിന്റെ കരുത്തിലുണ്ടെങ്കിൽ ശത്രുവിന്റെ ആയുധത്തെക്കാൾ അതിന് മൂർച്ചയുണ്ട്. യെസ്, ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ചിലർക്ക് വേണ്ടി അങ്ങനെയുള്ള കരുത്തുറ്റ വടി, അതോറിറ്റിയുടെ വടി സ്വർഗം റിലീസ് ചെയ്യട്ടെ. യെസ് 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 യെസ്, റിലീസ് ചെയ്യട്ടെ. ഓറാബാല ശന്തൽ കമനക in the name of Jesus. അവിടെ പോയതും വടിയുമായിട്ട് പോയി അല്ലേ? അവിടെ പോയതും ദാവീദ് പോയത് എങ്ങനെ പോയി? വാളുകൊണ്ടാണോ പോയത്? ഇല്ല, വടി. അതാ ഞാൻ പറഞ്ഞേ, വലിയ പ്രവൃത്തി ചെയ്യാൻ വലിയ ആയുധമൊന്നും വേണ്ട, ചെറിയ വടി ദൈവം നമ്മുടെ കയ്യിൽ തരും. പട്ടണത്തിനകത്ത് പലരും പ്രതീക്ഷിക്കുന്നതൊന്നും അല്ല, ആർക്കും പ്രതീക്ഷയില്ലാത്ത ചിലത് നിങ്ങൾ ചെയ്യും. ചിലരൊക്കെ ചിന്തിച്ചു വച്ചിരിക്കുന്നതൊന്നുമല്ല, അതൊക്കെ അതിൻ്റെയൊക്കെ പരിധിയൊക്കെ പൊട്ടിക്കും. ദൈവം തരുന്ന വടിക്കൊരു പ്രത്യേക അതോറിറ്റി ഉണ്ട്, ദൈവം തരുന്ന വടിക്കൊരു പ്രത്യേക പവറുണ്ട്. ഇവിടത്തെ ഉണങ്ങിയ വടിയല്ല, സ്വർഗത്തിൽ നിന്ന് നിനക്ക് കൈമാറുന്നത് സ്വർഗത്തിൻ്റെ അതോറിറ്റിയുള്ള, സ്വർഗത്തിൻ്റെ അധികാരമുള്ളൊരു വടിയാ. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, അതിവിടെ ശത്രുവിന് ഭയമാ, അതിവിടെ ദേശാധിപതിക്ക് ഭയമാ, അതിവിടെ ലോകക്കാർക്ക് ഭയമാ. Oh, glory, glory, glory to Jesus. Ribala Shandal Kamanagadaga Shaida Proudi Birigadagase. യേശുവിന്റെ നാമത്തിൽ ജയം. Amen. മോശയോട് കർത്താവ് പറഞ്ഞു, നീ നേരെ പോകേണ്ടത് ഫറവോന്റെ കൊട്ടാരത്തിലേക്കാണ്. പോകുമ്പോൾ എന്നാ എടുക്കണം? വടിയെടുക്കണം. ആ വടി ഏത് വടി? എൻ്റെ തൊട്ടടുത്ത 4:17-20 നമ്മൾ വായിച്ചു, ദൈവത്തിൻ്റെ വടി അവൻ കയ്യിലെടുത്തു. അപ്പോൾ അവൻ്റെ വടിയാണോ ദൈവത്തിൻ്റെ വടിയാണോ? അതുകൂടെ പറയാനാണ് ഞാൻ ആ വാക്യം കൂടെ വായിപ്പിച്ചത്. നിന്റെ കയ്യിൽ ഇനി ഏൽപ്പിക്കുന്നത് നിന്റെ വടിയല്ല, ദൈവത്തിൻ്റെ വടിയാ. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. നിന്റെ കരത്തിൽ ഇനി തരുന്നത് ഇത്രോവിൻ്റെ വടിയല്ല, ദൈവത്തിൻ്റെ വടിയാ. പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഇത് നിന്റെ കൈ വന്ന ചരിത്രം മാറും. ഇത് നിന്റെ കയ്യിലോട്ട് വന്ന നിന്റെ അനുഭവം മാറും, നിന്റെ ശുശ്രൂഷ മാറും, നിന്റെ പ്രാർത്ഥനയുടെ അനുഭവങ്ങൾ മാറും. ആത്മാവാരുടെ പറയുന്നു, ഇതെപ്പോ മുതൽ നീ ഉപയോഗിച്ച് തുടങ്ങുമോ? അസാധാരണമായ തലങ്ങൾ ചിലർക്ക് വെളിപ്പെടാൻ പോവുകയാ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം അത് സ്വീകരിക്കാൻ റെഡി ആയിക്കോണം. സ്വർഗം നിന്റെ മേൽ തരുന്നത്. Yes, 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 yes. Now catch the power. Shabaraka
ദൈവാത്മാവ് തൊടുകയാ. ചില ശരീരങ്ങളുടെ മേൽ ആത്മാവിന്റെ തീ വരിക്കുന്നത് പോലെ. തൊടട്ടെ പട്ടണങ്ങളെ കീഴ്മേൽ മറിക്കുവാൻ കരുത്തുള്ള ചില വടികൾ ദൈവം റിലീസ് ചെയ്യാൻ പോവുക. വിശ്വസിക്കുന്നവർ പ്രാർത്ഥിച്ചോ, ഒരു അഭിഷേകത്തിന്റെ തീ നിന്റെ കയ്യിലേക്ക് വരും. നീ കൈ നീട്ടുന്നിടത്ത് അത്ഭുതങ്ങൾ നടക്കാൻ പോവുക. അഭിഷേകത്തിന്റെ അഗ്നി പിടിച്ചൊതുക്കാൻ കഴിയാത്ത ഒരു ആത്മശക്തി ചില ശരീരങ്ങളിലേക്ക് സ്വർഗം ഇറക്കി വിടുന്നു. നിറയട്ടെ അടകവന ശന്തൽ കവന വൈശസ് പ്രൗഢി വിരികടക റീബല ശകേനിയ റീബൽ ശതേനിയ റീബൽ കവനകടകസെ. ഒരു കൂട്ടം അഭിഷിക്തന്മാർ, ഒരു കൂട്ടം അഭിഷിക്തകൾ ഈ പട്ടണത്തിൽ എഴുന്നേൽക്കാൻ പോവുക. ഇവിടത്തെ അതോറിറ്റി അല്ല, സ്വർഗത്തിന്റെ വടിയുമായി പട്ടണങ്ങളിൽ ഇറങ്ങാൻ പോവുകയാ. യെസ്, ഇൻ ദി നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ശക്തമായി പരിശുദ്ധാത്മ പറഞ്ഞു, ഈ വടി മോശയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് മോശയോട് തമ്പുരാൻ പറയുക, നീ പോകേണ്ടത് ഫറവോന്റെ കൊട്ടാരത്തിലോട്ടാ. ആ വടി കയ്യെ കൊടുത്തിട്ട് പറഞ്ഞു, അടയാളങ്ങൾ പ്രവർത്തിക്കാനുള്ള വടി. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ഈ പട്ടണത്തിനകത്ത് എൻ്റെ ശബ്ദം കേൾക്കുന്നവരോട് പറയുക, ഇന്ന് നിന്റെ കരത്തിൽ ദൈവം റിലീസ് ചെയ്യുന്നത് ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുക, അടയാളങ്ങൾ വെളിപ്പെടുത്തേണ്ട വടി. നിന്റെ കരത്തിൽ ദൈവം അത് തരും. ഈ വചനം ഞാൻ പ്രസംഗിക്കുമ്പോൾ ഈ വചനത്തിന്റെ ശക്തിയുമായി ആ വടി ദൈവം നിന്റെ കയ്യിൽ റിലീസ് ചെയ്യും. പട്ടണത്തിനകത്ത് ചില അടയാളങ്ങൾ, കുടുംബങ്ങളുടെ മേൽ അടയാളങ്ങൾ വെളിപ്പെടുത്താൻ. വന്നതുപോലെ നീ പോകാനല്ല, ഇരുന്നതുപോലെ ഇരിക്കാനല്ല, 80 വയസ്സ് വരെ ജീവിച്ചതുപോലെ അല്ല മോശെ. 81 ചരിത്രം മാറും. ജീവിതത്തിൽ ഇതുവരെ ചെയ്യാൻ കഴിയാത്ത പലതും ഈ വടി പിടിച്ച ദിവസം മുതൽ നീ ചെയ്യാൻ പോവുകയാ. യേശുവിന്റെ നാമത്തിൽ ജയ. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. കർത്താവ് ഈ വടി നിന്റെ കരത്തിൽ തരുന്നത് ഇനി ആടിന് കുഴയൊടിക്കാനല്ല, ആടിന് തീറ്റി കൊടുക്കാനല്ല, ഇടത് അടയാളങ്ങൾക്കുള്ള വടിയാ. ആമേൻ. കാഴ്ചക്ക് കാണുന്നവർ പറയും, ഇപ്പോഴും പഴയ പണി തന്നെയല്ലേ, ആട്ടിടേനാ. പക്ഷെ മോശയ്ക്കറിയാം കാഴ്ചക്ക് അങ്ങനെ ആയിരിക്കും, പക്ഷെ വടിയുടെ അധികാരം മാറി. വടിയുടെ അതോറിറ്റി മാറി. പണ്ട് കണ്ടവർ ഇപ്പോഴും പറയും, ഇപ്പോഴാരുടെ ആടാ വയ്ക്കുന്നത്? പുള്ളി പറയാ, നിങ്ങൾ അങ്ങനെ പറഞ്ഞോ, കുഴപ്പമില്ല. ഇത് ആടിന്റെ കുഴ പറിക്കാനുള്ള വടിയല്ല, ഇത് മന്ത്രവാദികളെ വരുതിക്ക് വരുത്തേണ്ട വടിയാ. ഇത് മിസ്രയീമിന്റെ അടിമച്ചങ്ങലയെ പൊട്ടിക്കേണ്ട വടിയാ. പിടിച്ചോടെ, ദൈവശക്തിയുടെ പകർച്ച ചില ശരീരങ്ങളിലേക്ക് ഈ പകലിൽ നിന്റെ കരത്തിൽ ഏൽപ്പിച്ചിരിക്കുന്നത് അസാധാരണമായ ഒരു വടി. തൊടുക. ആ മഹത്വത്തിന്റെ കര ഇന്ന് പകൽക്കാലം നിന്നിൽ വെളിപ്പെടാൻ പോവുക സിസ്റ്ററെ. കാഴ്ചക്ക് നീ പഴയതാ, പക്ഷെ ഇല്ല, നിന്റെ കരത്തിലെ വടിക്ക് ഒരു പ്രത്യേക അതോറിറ്റി. വിശ്വസിക്കുന്നവരുടെ മേൽ ഇന്ന് പകൽ റിലീസാകും. നിന്റെ കരത്തിന്റെ മേൽ ഒരു സ്പെഷ്യൽ അതോറിറ്റി വെളിപ്പെടാൻ പോകുകയാ. ഈ വടിയെ നാട്ടുകാർ പലതും പറഞ്ഞു, ഇപ്പോഴും പഴയ വടി തന്നെ അല്ലേ. വടിയുടെ സ്വഭാവം മാറി, വടിയുടെ അനുഭവം മാറി.
വടിയുടെ ശക്തി മാറി. ശ്രദ്ധിക്കുക, ഇത്രോം കൊടുത്ത വടിയല്ല ഇത്, സ്വർഗം കൊടുത്ത വടിയാ. അവൻ എടുത്തപ്പോഴേ പറഞ്ഞു, ദൈവത്തിന്റെ വടി ഞാൻ എടുത്തു. 40 കൊല്ലം പറഞ്ഞത് ഇത്രോവിന്റെ വടി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നെന്നാ. ആട്ടിടയനാക്കിയ ഇത്രോവിന്റെ വടി എൻ്റെ കയ്യിൽ. പക്ഷെ 81-ാം വയസ്സിൽ പറയുക, ദൈവത്തിന്റെ വടി ഞാൻ കയ്യിലെടുത്തു. നിങ്ങൾ വായിച്ചിട്ടുണ്ടോന്ന് എനിക്കറിയത്തില്ല. കയ്യിൽ വടി ഉണ്ടായിരുന്നു എന്ന് സത്യം, പക്ഷെ അത് ഊന്നി നടക്കാനല്ലായിരുന്നു. അങ്ങനെ ഒരു വാക്യം ബൈബിളിലുണ്ട്, വടി ഊന്നി നടന്നിട്ടില്ല. അതിൻ്റെ അർത്ഥം നടുവേദനയും കാലുമുട്ടുവേദനയും വരുമ്പോ ഊന്നാനല്ല ഈ വടി, ഇത് അടയാളങ്ങൾക്കുള്ള വടി. ഓ, ആരോടൊക്കെ ദൈവം പറയുന്നു, ദൈവം ഏൽപ്പിക്കുന്നത് അസാധാരണമായ പ്രവർത്തിക്കുള്ളതാണെങ്കിൽ അത് നിന്റെ ജീവിത അവസാനം വരെ അതങ്ങനെ സംഭവിക്കും. ഓ, ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. മോശ കയ്യിൽ വടി ഉണ്ടെങ്കിലും വടി ഊന്നി നടന്നിട്ടില്ല. ശ്രദ്ധിക്കണം, നടക്കാൻ കൊടുത്ത വടിയല്ല, അടയാളങ്ങൾ ചെയ്യാനുള്ള വടിയാ. എൻ്റെ ഒരു ഭാഗം കൂടെ പറഞ്ഞ് നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കാം. അവൻ മോശയോട് കർത്താവ് പറഞ്ഞു, മോശേ നീ ഫറവോന്റെ കൊട്ടാരത്തിലോട്ട് പോകണം. എവിടെ പോകണം? ഫറവോന്റെ കൊട്ടാരത്തിലോട്ട്. കൊട്ടാരത്തിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവൻ ആദ്യത്തെ പണി, അതിനകത്ത് മറഞ്ഞു കിടക്കുന്ന കുറെ പാമ്പുകളുണ്ട്. ഒരു ഹല്ലേലൂയ ഇവിടെ പറഞ്ഞു നിങ്ങൾ. മറഞ്ഞു കിടക്കുന്ന കുറച്ച് എന്തുണ്ട്? ഈ വടിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം അവൻ്റെ തലയ്ക്ക് കൊടുക്കണം. Glory to Jesus. ഇത് കിട്ടിക്കഴിഞ്ഞാൽ നീ ചുമ്മാതിരിക്കരുത്, ആദ്യം പൊക്കേണ്ടത് അവനെയാ. അവനെ തന്നെ പൊക്കണം. ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക. ഇത് പാമ്പെന്ന് പറഞ്ഞ സാധാരണ പാമ്പല്ല. ആമേൻ. അതൊരു സ്പിരിറ്റാ. ഈ പാമ്പ് ആദ്യം മുതലേ ഉണ്ട്. എവിടെ മുതൽ? ഏതൻ മുതൽ. ആദ്യത്തെ പിള്ളേരെന്ന് പറയുന്നത് അപ്പച്ചനമ്മച്ചിയാണ് നമ്മുടെ. ആമേൻ. അവ്വയുടെ വീട്ടിനകം മുതൽ കയറിയതാ. മോശയോട് തമ്പുരാൻ പറഞ്ഞു, ആദ്യം പിടിക്കേണ്ടത് അവനെയാ. ഹല്ലേലൂയ. ആദ്യം പിടിക്കേണ്ടത് അവനെയാ. ശ്രദ്ധിച്ചേക്കണേ. മോശയോട് തമ്പുരാൻ പറഞ്ഞു, നീ പോയിട്ട് അടയാളം കാണിക്കാൻ ആദ്യം നിന്റെ വടി അങ്ങ് നിലത്തിടണം. എന്നാ ഇടണം? നിലത്തിടണം. നിലത്തിടുമ്പോൾ അതെന്തായി മാറും? പാമ്പായി മാറും. ഇത് മരുഭൂമി വെച്ചൊന്ന് ദൈവം പറഞ്ഞു കൊടുത്തു, കാണിച്ചു കൊടുത്തു, ചെയ്യിച്ചിട്ട് വിട്ടതാ. പാമ്പായിട്ട് മാറും. ഇങ്ങനൊരു അടയാളം പുള്ളി ആദ്യമായിട്ട് കാണുക. ഒരു മാജിഷ്യൻ മാജിക്ക് പഠിച്ചിട്ടില്ല, മറ്റൊരു മന്ത്രവാദവും പുള്ളിക്ക് അറിയത്തുമില്ല. തറയിൽ വടിയിട്ടപ്പോൾ പാമ്പായി മാറുക എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ആശ്ചര്യമായി. എന്നാൽ പിന്നെ വിക്കനാണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ ഞാൻ പുള്ളി അങ്ങ് ഇറങ്ങി. ഫറവോന്റെ കൊട്ടാരത്തിൽ ചെന്ന അഭിമാനത്തോടെ കോളറൊക്കെ പിടിച്ചു പറയുന്നു, കയ്യിൽ വാളൊക്കെ ചുടുന്നില്ല, ഞാനിപ്പോൾ ഒരു പുതിയ പരിപാടി കാണിക്കാൻ പോവുക. ഫറവോനെ വിളിച്ചു പറഞ്ഞു, ഫറവോനെ, എൻ്റെ ദൈവം പറയുന്നു ഇവിടുത്തെ പിള്ളേരൊക്കെ ആരാധിക്കാൻ വിടണം. ഹല്ലേലൂയ. തൃശ്ശൂരിലും ആരാധിക്കാൻ വിടണം. പിടിച്ചു വച്ചേക്കുന്ന പാമ്പൊക്കെ ചവിട്ടും. പിടിച്ചു വച്ചേക്കുന്ന പാമ്പിനൊക്കെ നിങ്ങൾ ചവിട്ടും. ഇന്ന് പകലിൽ അത് സംഭവിക്കട്ടെ. യേശുവിന്റെ മഹത്വം നിങ്ങളിൽ വെളിപ്പെടട്ടെ. ആരാധിക്കേണ്ടതിനെ പിടിച്ചു വച്ചേക്കുന്ന സകല ഇരുട്ടിന്റെ അധികാരങ്ങളെയും ഈ ദിവസങ്ങളിൽ ചവിട്ടാൻ. പറയുവാ, എടാ, എൻ്റെ ജനത്തെ ആരാധിക്കാൻ വിടാതെ പിടിച്ചു വച്ചേക്കുന്ന കുറേ ഫറവോന്റെ കൊട്ടാരത്തിനകത്തുണ്ട്. അപ്പോൾ ഇതെല്ലാം അവിടെ വെച്ച് പുള്ളി കാണിച്ചു. തറയിൽ വടിയിടണം. ഇട്ട് കഴിയുമ്പോൾ വടി എന്തായി മാറും? പാമ്പായി മാറും. അത് നീ ഓടിയതാ. ദൈവം എന്നോട് പറഞ്ഞു, ഓടണ്ടടാ, നില്ല, ഞാൻ നിനക്ക് ധൈര്യം തരാം. നീ എൻ്റെ വാലിലൊന്ന് പിടിക്കണം. പിടിക്കുമ്പോൾ അത് പഴയ വടിയായി മാറും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഇത്രയും പരിപാടിയെല്ലാം ദൈവം അവനെക്കൊണ്ട് ചെയ്യിച്ച അവൻ്റെ പേടി മാറ്റി ഫറവോന്റെ കൊട്ടാരത്തിൽ കൊണ്ട് നിർത്തി. ഒരു ഹല്ലേലൂയയോടെ പറഞ്ഞേ. ഫറവോനെ വിളിച്ചു പറയാ, എനിക്കൊരു ദൈവമുണ്ട്. 80 വയസ്സ് വരെ പറയാൻ മടിച്ചവനെ അത്ഭുതം കണ്ടപ്പോൾ പറയുക, എനിക്കൊരു ദൈവമുണ്ട്. നിങ്ങളൊക്കെ അങ്ങനെയാണെന്ന് എനിക്കറിയാം. പലപ്പോഴും പറയാൻ മടിച്ചതാണ്, പക്ഷേ അടയാളം കണ്ടതുകൊണ്ടല്ലേ നമ്മൾ പറഞ്ഞു തുടങ്ങി, എനിക്കൊരു ദൈവമുണ്ട്. ശ്രദ്ധിക്കണേ, അടയാളം കാണുമ്പോൾ പിന്നെ നമ്മൾ മിണ്ടാതിരിക്കത്തില്ല. അതുകൊണ്ട് പുള്ളി ഫറവോനോട് പറഞ്ഞു, എനിക്കൊരു ദൈവമുണ്ട്. ഫറവോൻ തിരിച്ചു പറഞ്ഞു, നിനക്കൊരു ദൈവം ഉണ്ടെങ്കിൽ എനിക്ക് 1 അല്ല 9 ഉണ്ടടാ. ഹല്ലേലൂയ. ഫറവോൻ തിരിച്ചു പറഞ്ഞിടാ, നിനക്ക് 1 അല്ലേ ഉള്ളൂ, എനിക്ക് 9 ഉണ്ട്.
മോശയ്ക്ക് എന്തോ പറയണമെന്ന് അറിയത്തില്ല. മോശ പറഞ്ഞില്ല, എൻ്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്, അത്ഭുതങ്ങളൊക്കെ നടക്കും. ആമേൻ. ഫറവോൻ പറഞ്ഞിട്ട് എൻ്റെ ദൈവം നല്ല ദൈവങ്ങൾക്കും ജീവനുണ്ട്, അത്ഭുതങ്ങൾ അവരും ചെയ്യും. എന്നിട്ട് മോശ ആ മരുഭൂമിക്കകത്ത് ദൈവം കൊടുത്തില്ലേ ആ ഒരു പാടമൊക്കെ, ഇങ്ങനെ കിടന്നിട്ട് കോളറൊക്കെ ഇപ്പം കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് പുള്ളി വടിയെടുത്തങ്ങ് നിലത്തിട്ടു. നിലത്തിട്ട മാത്രമേ വലിയൊരു പാമ്പെഴയുന്ന പോലെ വടി പാമ്പായി മാറി. ഇപ്പൊ മോശയുടെ മുഖത്ത് ഭയങ്കര ചിരിയാ. കാരണം ആരും ചെയ്യാത്തൊരു പ്രവൃത്തി. 40 കൊല്ലം ഞാൻ ഈ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്നിട്ട് ആർക്കും ചെയ്യാൻ കഴിയാത്തൊരു പ്രവൃത്തി ഞാനിതാ ചെയ്തിരിക്കുന്നു. ഓ ജീസസ്. പെട്ടെന്ന് സത്യം പറയാമല്ലോ, ഫറവോൻ വിഷമമൊന്നുമില്ല, ഫറവോൻ പെട്ടെന്ന് ചിരിച്ചു. ഇതാണോടാ നിന്റെ ദൈവത്തിൻ്റെ അടയാളം? എടാ, നീ 1 ഉണ്ടാക്കി, ഞാൻ 9 ഉണ്ടാക്കി കാണിച്ചു തരാം. ഹല്ലേലൂയ. ഫറവോൻ പറഞ്ഞു, വെയിറ്റ് ചെയ്യും മോശെ, വെയിറ്റ് ചെയ്യും. ഈ പാമ്പ് ഇങ്ങനെ കിടന്ന് കളിക്കട്ടെ, തല്ലി കൊല്ലുന്നില്ല ഞാൻ, കൊല്ലാൻ പറ്റത്തില്ല, അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ഇച്ചിരി കഴിഞ്ഞപ്പോൾ മോശ മന്ത്രവാദികളെയും ആഭിചാരകന്മാരെയും ശുദ്രക്കാരെയും വിളിച്ചു പറഞ്ഞു, എല്ലാവരും വരും, കൊട്ടാരത്തിൽ എനിക്ക് വേണ്ടി ദുർമന്ത്രവാദം ചെയ്യുന്ന കുറേ എണ്ണം ഉണ്ടല്ലോ, ഇനി വാ. വരുമ്പോൾ ഓരോരോ വടിയും കൂടെ എടുത്തോണ്ട് വരണം. വന്നപ്പോൾ ഫറവോൻ പറഞ്ഞു, മോശ തൻ്റെ വടി നിലത്തിട്ട് സർപ്പമാക്കി, നിങ്ങളും അതുപോലെ മന്ത്രവാദത്താൽ എന്ത് ചെയ്യണം? വടി സർപ്പങ്ങളാക്കണം. അപ്പോൾ 1 ഉണ്ടാക്കിയെങ്കിൽ നമ്മൾ 9 ഉണ്ടാക്കും. മോശ വിചാരിച്ചു നടന്ന പോലെ തന്നെ. പക്ഷെ ഇച്ചിരി കഴിഞ്ഞപ്പോൾ മന്ത്രവാദം പറഞ്ഞവന്മാരെന്താ സ്വാഹാക്ക പറഞ്ഞിട്ട് ഈ വടിയെടുത്ത് നിലത്തിട്ടപ്പോൾ 1 അല്ല, കുറേ കുട്ടിപ്പാമ്പുകളൊക്കെ വന്നു. ഇനിയുള്ള പരിപാടി മോശയ്ക്ക് അറിയില്ല. കാരണം അടുത്തത് മരുഭൂമി ദൈവം പറഞ്ഞിട്ടില്ല. ഇതിങ്ങനെ ഉണ്ടാകുമെന്ന് പുള്ളിക്കൊരു ഐഡിയയും ഇല്ല. പുള്ളി ഇരുന്ന് പരിങ്ങുക. ശ്രദ്ധിച്ച് കേൾക്കണേ, മന്ത്രവാദത്തിനൊക്കെ ശക്തി ഉണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. ചുട്ട കോഴിയെ പറപ്പിക്കുന്ന ആൾക്കാരൊക്കെ ദേശത്തുണ്ടെന്ന് കേട്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടില്ല. പ്രൈസ് ഗോഡ്. നിങ്ങളും കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, അങ്ങനെയുള്ള മന്ത്രവാദികളുണ്ടെന്ന്. ചുമ്മാ പറയുന്നത്, ചുമ്മാ ചുമ്മാ ചുമ്മാ. ആമേൻ. വിശ്വസിക്കൊന്നും വേണ്ട, അവരൊക്കെ അങ്ങനെ പറയട്ടെ. ചെറിയ ചെറിയ മുട്ടുപരിപാടിയൊക്കെ കാണിക്കും. പക്ഷെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് നീയെങ്കിൽ നിന്റെ രോമത്തെ അതിന് തൊടാൻ പറ്റത്തില്ല. ഓ, നിന്റെ രോമത്തെ അതിന് തൊടാൻ പറ്റത്തില്ല. അതിന്റെ അതിരിന് പുറത്തേ നിൽക്കത്തുള്ളൂ. വിശ്വസിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ. ഓ, ചെറിയ ചെറിയ പരിപാടിയൊക്കെ കാണിക്കാം. നമ്മൾ പേടിച്ചു പോരുത്. അഭിഷേകം അകത്തുണ്ടെങ്കിൽ പേടിക്കരുത്. ദൈവശക്തി നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങൾ പേടിച്ചുപോവുകയേ ചെയ്യരുത്. ആമേൻ. ഈ മന്ത്രവാദികളെല്ലാം കൂടെ അവരുടെ വടിയെടുത്ത് നിലത്തിട്ടപ്പോൾ 1 പേർ 9 പാമ്പുണ്ടാക്കി. ഇപ്പം മോശ എന്ന് ഇങ്ങനെ കറങ്ങുക. കാരണം മോശയുടെ പാമ്പ് സെൻറ്ററിലും ബാക്കി മന്ത്രവാദികളെല്ലാം കൂടെ 8ഉം 10ഉം പാമ്പുണ്ടാക്കിയിട്ടപ്പോൾ ഇതെല്ലാം കൂടെ 4 ചുറ്റും വളഞ്ഞു. ഇനിയിപ്പോൾ എങ്ങനെ വാലയെ പിടിക്കും? ഹല്ലേലൂയ. മോശ എന്ത് വെച്ചു? കൊട്ടാരത്തിൻ്റെ പുറം വാതിൽ എനിക്കറിയാം, ഇറങ്ങി ഓടുന്നതായിരിക്കും നല്ലത്. പുള്ളി ഇങ്ങനെ ഓടാനുള്ള 18ാമത്തെ അടവൊക്കെ പണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തമ്പുരാൻ പറഞ്ഞു, വെയിറ്റ് ചെയ്യ്, ഒരു പണി ഇവിടെ നടക്കാൻ പോവാ. ഓടാൻ സമയമായില്ല. അവർ ജയിച്ചെന്ന് പറയാൻ വരട്ടെ, ഇനിയും പണി ദൈവത്തിൻ്റെ കയ്യിലുണ്ടാ. ശത്രു ജയിച്ചെന്ന് പറയാൻ വരട്ടെ, ഇനിയും ചില പദ്ധതികൾ ദൈവത്തിന്റെ കയ്യിലുണ്ട്. ഇത് വിശ്വസിക്കുന്നവരോട് സ്വർഗം പറയുക, നീ പ്രതീക്ഷിക്കാത്ത ചില പണി ദൈവം കൊട്ടാരത്തിൽ ചെയ്യാൻ പോവുക. ഇതുവരെ കാണാത്ത ചില പ്രവർത്തികൾ ദൈവം ചെയ്യാൻ പോവുക. പക്ഷെ അങ്ങനെ തന്നെ നിൽക്കുക. കർത്താവ് പറയട്ടെ, വെയിറ്റ് 2 മിനിറ്റ് വെയിറ്റ്. അവന്മാരുണ്ടാക്കി പാമ്പുകളെല്ലാം ഉണ്ടാക്കിയിട്ട് അവന്മാർ 6 തട്ടകത്ത് ചിരിച്ച് ഉല്ലസിക്കട്ടെ. ഒരു 2 മിനിറ്റ് അവന്മാർക്ക് ചിരിക്കാൻ കൊടുത്ത. കാരണം കുറച്ചുകൂടെ കഴിഞ്ഞാൽ ചിരിക്കാൻ പറ്റത്തില്ല. പിന്നെ തലയിൽ കൂടെ തുണി മൂടി അവന്മാരെ നടക്കത്തുള്ളൂ. കാരണം അവന്മാരെ മന്ത്രവാദം പൊളിയൂടെ. ആത്മാവാരുടെ പറയുന്നു, നിനക്ക് വിരോധമായി ചെയ്ത ചില വ്യക്തികളിനെ തലയിൽ തുണി മൂടിക്കൊണ്ട് നടക്കാൻ പോവുക. കാരണം അത് പൊളി. പിടിച്ചോടെ receive the fire of God.
ചിലത് പൊളിയും, ചിലത് പൊളിയും. അങ്ങനെയുള്ള ഒരു ദൈവശക്തി ചില വ്യക്തികളുടെ മേൽ ദൈവം റിലീസ് ചെയ്യാൻ പോവാ. മന്ത്രവാദം നിന്നെ ജയിക്കയില്ല സഹോദരി, ആഭിചാരം നിന്നെ ജയിക്കയില്ല സിസ്റ്ററെ, ഓ ക്ഷുദ്രശക്തികൾ ജയിക്കയില്ല ബ്രദറെ. ഇന്ന് പകൽ സ്വർഗം പറയുന്നു, അതിനെ ജയിക്കുന്ന ഒരു ശക്തി നിന്നിൽ സ്വർഗം റിലീസ് ചെയ്യും. എല്ലാം ശ്രദ്ധേ മോശേ, നീ പരുങ്ങണ്ട. ഒന്നുകൂടെ ഞാൻ പറയാം, ശക്തി നിന്റെ വടി മാത്രമല്ല, അത് പിടിച്ചിരിക്കുന്ന നിന്നിലുമുണ്ട്. ഓ, വിശ്വസിക്കാൻ ആളുണ്ടെങ്കിൽ ഇന്ന് പകലത് വിശ്വസിക്കണം. ശക്തി വടിയിൽ മാത്രമല്ലടാ, അത് പിടിച്ചേക്കുന്ന നിന്നിലുമുണ്ട്. തൊടത്തില്ല ഒന്നും നിന്നെ. ആ വിചാരം യാക്കോബിന് ഫലിക്കയില്ല. ലക്ഷണവിദ്യ ഇസ്രായേലിനെ തൊടുകയില്ല. ഓ ഹല്ലേലൂയ. നല്ലൊരു മൂവ് ഇതിനകത്ത് നടക്കുന്നുണ്ട്. ഇന്ന് ദേശങ്ങളെ മൂടിയിരിക്കുന്ന ആഭിചാരത്തിന്റെ കെട്ടുകൾ പൊട്ടും. പട്ടണത്തെ മൂടിയിരിക്കുന്ന മന്ത്രവാദത്തിന്റെ കെട്ടുകൾ പൊട്ടും. ആത്മാവ് ഞാൻ പ്രവചിക്കുകയാണ്, ഈ പട്ടണത്തിനകത്ത് ഉണർവിന്റെ കാറ്റ് വീശും. ഉണർവിന്റെ കാറ്റ് വീശാൻ സമയമായി. അത് നിങ്ങളിലൂടെ സംഭവിക്കാൻ പോവുകയാ. ഗ്ലോറി 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 ഗ്ലോറി. നൂറ്റാണ്ടുകളും പതിറ്റാണ്ടുകളും പഴക്കമുള്ള ചിലത് പൊട്ടും. ചുമ്മാ പറയുമല്ലോ, ഇതൊരു പ്രവചനമാ. വൈഡാമാന ഷന്തൽ ഖമന ഘടക. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചില കെട്ടുകൾ പൊട്ടും. പഴക്കമേറിയ ചില കെട്ടുകൾ പട്ടണത്തിൽ നിന്ന് പൊട്ടും. അടുത്ത ജനറേഷന് വരെ പിടിച്ചൊതുക്കുമെന്ന് വാദിക്കുന്ന ചില ശക്തികൾ ഇന്ന് പകലിൽ ഈ വടിയുടെ മുൻപിൽ ഉടയാൻ പോവുക. യേശുവിന്റെ നാമത്തിൽ മറഞ്ഞു കിടക്കുന്ന സകല സർപ്പ വ്യാപാരങ്ങളും ഇന്ന് പകലിൽ യേശുവിൻ നാമത്തിൽ ഞാൻ വിളിക്കുന്നു. പുറത്തു മാറട്ടെ. ദൈവശക്തി ചില ശരീരങ്ങളിലേക്ക് ഇറങ്ങി വരിക. ആത്മാവിന്റെ തീ തൊടുന്നു. ഈ അഭിഷേകം തൊടുന്നു. ചില ദുർഭൂതത്തിന്റെ കെട്ടുകൾ ഇന്ന് പകലിൽ അഴിയുന്നു. സർപ്പബന്ധനങ്ങൾ ശരീരങ്ങളെ വിടുകയാ. സർപ്പശക്തികൾ യേശുവിന്റെ നാമത്തിൽ ദേശം വിടട്ടെ. നൂറ്റാണ്ടുകളും പതിറ്റാണ്ടുകളും പഴക്കമുള്ള ശക്തികൾ യേശുവിൻ നാമത്തിൽ ഇന്ന് പകലിൽ ഞാനതിനെ ശാസിക്കുന്നു. യേശുവിന്റെ മഹത്വം വെളിപ്പെടുന്നു. ഇന്ന് പകലിൽ അങ്ങനെയുള്ള ചില സ്പിരിറ്റുകൾ ഇന്ന് പകൽ പൊട്ടിമാറും. ഗ്ലോറി. നിങ്ങൾ പ്രാർത്ഥിക്കുക. ഒത്തിരി കുടുംബങ്ങൾ ആ കെട്ടിനകത്ത് കിടക്കുക. ബറവോന്റെ അടിമത്വം പോലെ തൃശ്ശൂർ പട്ടണത്തിൽ കിടക്കുന്ന കെട്ടിനകത്ത് കിടക്കുക. ആമേൻ. ചിലരൊക്കെ ഈ 2025 തീരുന്നതിന് മുൻപ് ആ കെട്ടിന്ന് വെളി വരും. നിങ്ങളിലൂടെ ദൈവം അത് ചെയ്യാൻ പോവുക. പരിശുദ്ധാത്മാവ് നിങ്ങളിലൂടെ ചെയ്യാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവരെ പ്രാർത്ഥിച്ചോണേ. അസാധാരണമായ അഭിഷേകം നിങ്ങളുടെ മേൽ ദൈവം റിലീസ് ചെയ്യും. അസാധാരണമായ ഇന്ന് നിങ്ങളുടെ മേൽ റിലീസാകുന്ന അഭിഷേകത്തിന് പ്രത്യേകത ഉണ്ട്. കൊട്ടാരത്തെ മറഞ്ഞിരിക്കുന്ന പാമ്പ് വെളി വരും. വീടുകൾക്കുള്ളിൽ മറഞ്ഞു കിടക്കുന്ന ചില സർപ്പശക്തികൾ പുറത്തു വരും. ദേശങ്ങളിൽ മറഞ്ഞു കിടന്ന് പിടിമുറുക്കിയ ചില
പാമ്പിന്റെ അതോറിറ്റികൾ നിന്റെ മുൻപിൽ വെളിവരും. ഈ അഭിഷേകത്തിന്റെ പ്രത്യേകത അതാ. ഈ ദിവസങ്ങളിൽ സംഭവിക്കട്ടെ. Amen, 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 amen. Holy, holy, holy Spirit, in the name of Jesus. മോശേ, നീ ഓടാൻ വരട്ടെ. ഇതുവരെ നീ കാണാത്തൊരു പണി എനിക്ക് നീ ചെയ്യാനുണ്ട്. പുള്ളി ഇങ്ങനെ നിൽക്കുക, എങ്ങോട്ട് പോകണമെന്നറിയത്തില്ല, ഏത് വഴി ഓടണമെന്നറിയത്തില്ല. നേരം കർത്താവ് പറഞ്ഞ് വെയിറ്റ് ചെയ്യടാ, ഓടാൻ വരട്ടെ. മരുഭൂമി വെച്ച് ഞാൻ കാണിക്കാത്തൊരു പരിപാടി ഇവിടെ നീ കാണാൻ പോവുക. മന്ത്രവാദികളുടെ പാമ്പുകളെല്ലാം കൂടെ മോശയുടെ പാമ്പിനെ വളഞ്ഞു. ആമേൻ. പുള്ളി ഒന്നല്ലേ ഉള്ളൂ, യോമർ ഇഷ്ടം പോലെ ഉണ്ട്, എല്ലാം കൂടെ വളയുക. പക്ഷെ മോശ കണ്ണു തുറന്ന് നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക, എന്നാ ചെയ്യും? കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. അടുത്ത പ്രവൃത്തി, മോശയുടെ പാമ്പ്. ആമേൻ. ഒരു മന്ത്രവാദിയുടെ പാമ്പിനെ വായി തുറന്നങ്ങ് വിഴുങ്ങി. മോശയുടെ മുഖത്തൊരു പുഞ്ചിരി വന്നു. ഇത്ര നേരം ഇവിടെ ഒരു ഓടണം എന്ന് പറഞ്ഞിട്ട് പുള്ളിയാ, ചെറിയൊരു പുഞ്ചിരി. ഇച്ചിരി കൂടെ വെയിറ്റ് ചെയ്തപ്പോൾ രണ്ടാമത്തതിനെ പിടിച്ചു വിഴുങ്ങുന്നു. ഈ പുഞ്ചിരി വലിയ ചിരിയായി. ഇത്ര നേരം കരഞ്ഞോണ്ടിരുന്ന പുള്ളിയെ എൻ്റെ പൊന്നു ദൈവം കൊല്ലാനാണോ ഇങ്ങോട്ട് അയച്ചതെന്ന് ചോദിച്ചുകൊണ്ടിരുന്നതാ. ഇപ്പം തന്നെ രണ്ടാമത്തെ പാമ്പിനെ വിഴുങ്ങിയപ്പോൾ പുള്ളിക്ക് മുഖത്ത് നല്ല ചിരി വന്നു. പുള്ളിക്കറിയാം വിഴുങ്ങി തുടങ്ങിയാൽ മൊത്തം തീർക്കും. തൊട്ടു തുടങ്ങിയ ചില ദൈവമക്കൾ ഇതിനകത്തുണ്ട്. പകുതി വഴി നിങ്ങൾ നിർത്തത്തില്ല. ചിലതിനെ പിടിച്ച അതിന്റെ കെട്ട് പൂർണ്ണമായി അടിക്കാൻ ഇന്ന് ദൈവശക്തി നിന്റെ മേൽ വ്യാപരിക്കാൻ പോകുകയാ. തൊട്ടു തുടങ്ങിയാൽ മോശയ്ക്ക് മനസ്സിലായി, ഇത് ഞാൻ കണ്ട കളിയൊന്നുമല്ല, അതിനപ്പുറത്തതാ. നിങ്ങളുടെ ഇരിപ്പും ആവേശം കണ്ടാൽ ഇന്ന് എറണാകുളം മീറ്റിംഗ് മാറ്റി വെച്ചാൽ കൊള്ളാൻ തോന്നുവാണ്. മാറ്റി വെക്കില്ല. എന്താ ഇവിടെ പട്ടണത്തിൽ ചെയ്യേണ്ടത് ചെയ്യും ദൈവം. I know that. എനിക്കതറിയാം. Hallelujah. Praise God. ഞാൻ വാസ്തവമായിട്ടും പറയാം, ഈ മോശയോട് പറഞ്ഞ് വെയിറ്റ് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ അഞ്ചാമത്തെ പാമ്പ് വിഴുങ്ങി. അമ്മമാരൊരു 10 ഉണ്ടാക്കി ഇട്ടയ്ക്കുമല്ലേ, 5 വിഴുങ്ങി കഴിച്ചപ്പോൾ മോശ ഒറ്റയ്ക്കൊന്ന് ചിരിയാ. നോക്കിയപ്പോൾ അഹരോനിൽ നിന്ന് ചിരിക്കുന്നു. കൊള്ളാടി, ഇനി നമ്മുടെ സമയമാണ്. ഇച്ചിരി നേരം നീ മന്ത്രവാദിയുടെ മുമ്പിൽ കുരുങ്ങി, ദൈവം കണ്ടത്. അപ്പോൾ നിൻ്റെ കണ്ണിൽ കണ്ണുനീരാ, നീ കരഞ്ഞതാ സമയം, നിനക്ക് സന്തോഷമില്ല. പക്ഷെ അല്പം കൂടെ കഴിയുമ്പോൾ സീസൺ മാറും. നിന്നെ കരയിച്ചവൻ കരയും, നീ ചിരിക്കും. ആത്മാവാരുടെക്കോ ഇന്ന് പകല ദൂത് കൈമാറുക. നിന്നെ കരയിച്ചവൻ കരയും. Yes, come on. Let the power of Holy Spirit. Shabarakamana shekeri yampeni. In the mighty name of Jesus. ആത്മാവ് അതിശക്തമായി ഇന്ന് പകൽ പറയുന്നു, മന്ത്രവാദികൾ കീഴടങ്ങുന്ന സീസൺ തുറക്കാൻ പോവുക. 5 6 7 8 9 സത്യം പറഞ്ഞ കിടന്ന എല്ലാ പാമ്പിനെയും മോശയുടെ പാമ്പ് വിഴുങ്ങി. ഇപ്പൊ താഴ്ത്തിയിട്ട കോളറൊക്കെ ഒന്നുകൂടെ പിടിച്ചു പുള്ളി മേലോട്ട് കയറ്റി. എന്നിട്ട് പറവനോട് പറയുക, കഴിഞ്ഞല്ലോ, കഴിഞ്ഞു. അടുത്ത പരിപാടി മോശ ചെയ്തു, വാലെ പിടിച്ചു തിരിച്ചു വടിയാക്കി. ഈ പരിപാടി ചെയ്യാൻ ഒരൊറ്റ മന്ത്രവാദിക്കും പറ്റിയില്ല. അത് ഇട്ടു പാമ്പായി ഓക്കെ, പക്ഷെ തിരിച്ചു വടിയാക്കാൻ ഒറ്റ എണ്ണത്തിന് കഴിഞ്ഞില്ലെങ്കിൽ ഇന്ന് പകലിൽ ഞാൻ വിളിച്ചു പറയാ, എന്റെ ദൈവം ചില പ്രവൃത്തികൾ ചെയ്യുന്നത് പൂർത്തീകരിക്കുന്ന പ്രവൃത്തിയാ, പകുതി വഴിക്ക് നിർത്തുന്നതല്ല. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവം ഇന്ന് പകൽ ചിലത് ചെയ്യാം. ചില പ്രവൃത്തികൾ ദൈവം ചെയ്താൽ പൂർത്തീകരിക്കും. മന്ത്രവാദി ചെയ്തു വിട്ട മന്ത്രവാദത്തിന് കുറച്ചു നേരം എഴയാനുള്ള ശക്തി ഉണ്ടായിരുന്നു എന്നത് വാസ്തവം. ഈ മന്ത്രവാദികളൊക്കെ ചിലരുടെ കൂടെ അന്വേഷിക്കുമ്പോൾ ചിലർ പറയുന്നൊരു പരിപാടി എന്നാണെന്നറിയാമോ? ചെയ്തു വിടാൻ നമുക്കറിയാം, തിരിച്ച് വടിയാക്കാൻ നമുക്കറിയത്തില്ല. ആ പരിപാടിയൊക്കെ യേശുവിൻ്റെ അടുത്ത് വന്നാലേ നടക്കുകയുള്ളൂ.
മന്ത്രവാദം അല്ല ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ഗ്ലോറി ടു ജീസസ്. അല്ല, അവർക്ക് ചെയ്ത് നശിപ്പിക്കാൻ വേണ്ടി ചെയ്തു വിടും, പറഞ്ഞു വിടും. അവനെ ഇല്ലാണ്ടാക്കിയിട്ട് വന്നാൽ മതി. സത്യം പറയല്ലേ, 3 ദിവസം കഴിഞ്ഞാൽ ഇവൻ തിരിച്ചു വിളിച്ചാൽ ഈ സാധനം വരികയില്ല, പോകത്തില്ല. അത് പിന്നെ തിരിച്ചു വിളിക്കണമെങ്കിൽ ഈ അഭിഷേകമുള്ളവൻ വരണം. അവൻ വന്ന് യേശുവിന്റെ നാമത്തിൽ അങ്ങ് ശാസിക്കുമ്പോൾ എത്ര പതിറ്റാണ്ട് പഴക്കം ഉണ്ടെങ്കിലും അത് വീട്ടിന്റെ അടിത്തറയിൽ നിന്ന് സകലതും പൊളിച്ചോണ്ടിറങ്ങും. ഇന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ പറയാ, നിന്റെ കയ്യിൽ തന്നിരിക്കുന്ന വടി ഇതൊരു അധികാരത്തിന്റെ വടി. ഓ, ഗ്ലോറി 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 ഗ്ലോറി. പ്രസംഗം അവസാനിപ്പിക്കാൻ എനിക്ക് അറിയില്ല എന്നെനിക്ക് മനസ്സിലായി. എനിക്ക് അറിയില്ലെന്നല്ല, കഴിയില്ല എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ ഏതെങ്കിലും ഒരു ഭാഗത്തിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവ് ചില വടികൾ നിങ്ങൾക്ക് തരും. 2025 എവിടേക്കോ ദൈവം അയക്കും നിങ്ങളെ. ആമേൻ. ഇതൊരു 3 പേർക്കെങ്കിലും പ്രയോജനപ്പെട്ട അത് മതി. നിങ്ങൾ 30 പേരെ കൊണ്ടുവരും. ഞാൻ പറഞ്ഞ രാശി നിങ്ങൾക്ക് പിടിയിട്ടെന്ന് എനിക്ക് അറിയത്തില്ല. 3 പേരുടെ കയ്യിൽ വടി കിട്ടിയാൽ മതി. 30 പേര് ദൈവരാജ്യത്തിനുവേണ്ടി ഇറങ്ങും. നിങ്ങൾ പോകുന്ന വീട്ടിന് അത്ഭുതം നടക്കും. നിങ്ങൾ പോകുന്ന ദേശത്തിൽ അത്ഭുതം നടക്കും. നിങ്ങൾ പോകുന്ന പട്ടണത്തിൽ അത്ഭുതം നടക്കും. വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ഇന്ന് പകൽ വിശ്വസിക്കുക. സ്വർഗം തരുന്ന ഒരു അതോറിറ്റിയുടെ വടി ഇന്ന് പകലിൽ നിന്നിൽ വെളിപ്പെടാൻ പോട്ടെ. ഹല്ലേലൂയ. ഒന്നാമത് ദൈവം ഈ വടി കൊടുത്തു വെച്ച് മോശയോട് പറഞ്ഞ വാക്ക്, എടാ 430 വർഷമായി നിന്റെ പിതാക്കന്മാരും നിന്റെ കൂടപ്പിറപ്പുകളും, നിനക്ക് 80 വയസ്സായില്ലേ, നിനക്ക് ശേഷം ജനിച്ച അടുത്ത തലമുറയും അവിടെ കിടന്ന് നരകയാതന അനുഭവിക്കുക. ഈ ഉള്ള പാമ്പുകളെല്ലാം കൂടെ അവന്മാരിട്ട് കഷ്ടപ്പെടുത്തുക. ദൈവം തൻ്റെ കൃപയുടെ വടി കൊടുത്ത് ആദ്യം മോശ അയച്ചത് പാമ്പുകളുടെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്കാണ്. ഓ, ഈ വടി നിന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ കർത്താവ് നിന്നെ ഇറക്കി നിർത്തുന്നത് അവന്മാരുടെ താവളത്തിലായിരിക്കും. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിക്കുക. അങ്ങനെ സ്വീകരിക്കാൻ മനസ്സുണ്ടെങ്കിൽ സ്വീകരിക്കുക. ആ ശക്തി നിനക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരിക്കും. ആ അനോയിന്റിങ് നിന്റെ പ്രതീക്ഷയ്ക്കും അപ്പുറമായിരിക്കും. ഓ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, ഇതിനകത്ത് അത് റിലീസ് ആകട്ടെ. ഓ, ചിലത് റിലീസ് ആകാൻ പോവുക, ചിലത് റിലീസ് ആകാൻ പോവുക. ദൈവ സാന്നിധ്യം ഇതിനകത്ത് സ്വർഗം റിലീസ് ചെയ്യാൻ പോവുക. ചില ശരീരങ്ങളിലേക്ക് ദൈവം അത് കൈമാറാൻ പോവുകയാണ്. ഓ, ഓ, in the name of Jesus, ആ മകത്വം തൊടട്ടെ, 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 fire, തൊടട്ടെ, തൊടട്ടെ, തൊടട്ടെ. ദൈവശക്തി ഇന്ന് പകൽ നിന്റെ മേൽ വെളിപ്പെടുന്നു. Yes, receive the fire. Oh, rakabala kamana, shara theri regal kamana, വൈശസ് പ്രൗഢി വിരികടക, റീബൽ കമന ഘടകസി. അധികാരത്തിന്റെ വടി ഇന്ന് ദൈവം തരിക. ഓ, fire, തരിക, 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 തരിക. Yes, 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 yes. Receive the power. Oh, Ralmana Shekenia, Rebel Kamanagadagas. Yes, sister. ഇന്ന് പകൽ പ്രാർത്ഥിച്ചോ. വ്യത്യസ്തമായ ഒരു അതോറിറ്റി ദൈവം ഏൽപ്പിക്കാൻ പോവുക. ആർക്കും കഴിയാത്ത ചിലത്. യെസ്, ഈ കൃപയുടെ വടിയുമായി നിന്നിലൂടെ ദേശത്തും കുടുംബത്തിനകത്തും ചിലത് ചെയ്യാൻ. ഓ, ഓ, ഫയർ. യെസ്, 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 യെസ്. ലമാന ഷെകേരി അന്തിനി റീകബബബ. യെസ്, പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ചില ശക്തികളെല്ലാം ഇന്നു പകലിൽ ശരീരത്തിൽ നിന്ന് പുറത്തുപോ. സർപ്പത്തിന്റെ കെട്ടുകളെ അഴിക്കുന്നു, അഴിക്കുന്നു ഞാൻ യേശുവിന്റെ നാമത്തിൽ. സകല സർപ്പശക്തികളെ യേശുവിന്റെ നാമത്തിൽ അതോറിറ്റിയുടെ വടി. ഓ, 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 പിടിച്ചോടെ. Fire of God.
ഒരു അതോറിറ്റിയുടെ വടിയായി സ്വർഗമെന്ന് റിലീസ് ചെയ്യട്ടെ. ഒരു തീ തൊടുന്നു. പിടിച്ചെടുക്കാൻ കഴിയാത്തൊരു അഗ്നി നിന്റെ മേൽ. തൊടുക 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 തൊടുക. നിന്റെ യേശുവിന് വേണോടാ, നിന്റെ യേശുവിന് വേണം, നിന്റെ യേശുവിന് വേണം. നീ പ്രാർത്ഥിച്ചോ, കർത്താവ് നിന്നെ തൊടുക ഇന്ന്. നിന്റെ ബലഹീനതയല്ല വിഷയം, നിന്നെ കർത്താവ് ഉപയോഗിക്കാൻ പോവാ. ഒന്ന് പിടിച്ചോടാൻ. ഭയങ്കര മഹത്വം ഇവന്റെ മേൽ വെളിപ്പെടുക. ഇവന്റെ മേൽ ദൈവത്തിന്റെ തേജസ് ഇറങ്ങി വരിക. മിന്നൽ പിണരടിക്കുന്നത് പോലെ ദൈവ സാന്നിധ്യം ഇവന്റെ മേൽ ഇറങ്ങി വരിക. The power of Holy Spirit. Rimana Shekeri Antana Ribal Kamanagadagasi Vaishas Proudi Birigadagasi. നിന്നെ ദൈവരാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പോവാടാ. ദൈവരാജ്യത്തിന് വേണ്ടി വാ. വ്യക്തമായി പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, നീ കർത്താവിന് പ്രയോജനപ്പെടും. നിന്റെ പേരെന്നാടാ? മിൻസൺ. മിൻസൺ. മിൻസൺ എന്ത് ചെയ്യുന്നു? ഞാൻ IT പഠിക്കുന്നു. IT പഠിക്കുന്നു. എവിടെ വീട്? ഇവിടെ തൃശ്ശൂർ കാച്ചേരിമേ. എന്താ നിന്റെ കൈക്ക്? യെസ്, എമ്മയാണ്. എത്ര മക്കളുണ്ട് സിസ്റ്ററെ? 3 മക്കള്. യവനെ ദൈവം ഉപയോഗിക്കും. ഞാൻ ഇരിക്കുന്ന പ്രാർത്ഥിക്കുമ്പോഴേ ദൈവം എന്നോട് പറഞ്ഞു, ഇവൻ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടും. ഇവൻ്റെ ബലഹീനത ഇവനെ ചിലരൊക്കെ മാറ്റി നിർത്തുമ്പോൾ, വിക്കനും തടിച്ച നാവ് ഉള്ളവനെന്ന് പറഞ്ഞ മോശയെ ഉപയോഗിച്ചതുപോലെ ഇവൻ പട്ടണത്തിൻ്റെ നടുവിൽ മാനിക്കപ്പെടുവടാ. അസാധാരണമായ അഗ്നി ഈ തലമുറയുടെ മേൽ ഇറങ്ങുക ഇറങ്ങുക ഇറങ്ങുക. ചില പോരുകളൊക്കെ അവന്റെ കുടുംബം വിട്ടു പോവുക. പ്രാർത്ഥിച്ചോടെ സിസ്റ്ററെ, നിന്റെ കുടുംബം അതിനകത്ത് രക്ഷ വെളിപ്പെടാൻ പോവുക. യേശുവിന്റെ മഹത്വം നിന്റെ മേൽ വെളിപ്പെടുക. നിന്റെ ഭവനത്തിനകത്ത് ദൈവ സാന്നിധ്യം ഇറങ്ങി വരുന്നു, ഇറങ്ങി വരുന്നു, ഇറങ്ങി വരുന്നു. ചില പൈശാചിക ആധിപത്യങ്ങൾ നിന്റെ കുടുംബത്തിൽ നിന്ന് മാറുക. നിന്റെ തലമുറയെ ജനനത്തിങ്കൽ തന്നെ പിശാച് നോട്ടമിട്ടതാ, പക്ഷെ ദൈവത്തിന് അവനെ ആവശ്യമുണ്ട്. വലിയ മഹത്വം ഇറങ്ങുക സിസ്റ്ററെ, മഹത്വം ഇറങ്ങുക, മഹത്വം ഇറങ്ങുക, സാന്നിധ്യം ഇറങ്ങുക. നിങ്ങൾ യേശുവിന് വേണ്ടിയ കുടുംബമാ, നിങ്ങൾ യേശുവിന് വേണ്ടിയ കുടുംബമാ. പാരമ്പര്യ ശക്തികൾ ഇനി നിന്നെ തൊടുകയില്ല. എന്നേക്കുമായി നിന്റെ കുടുംബത്തിൽ നിന്ന് ചിലതൊക്കെ ഇറങ്ങുക ഇന്ന്. ജീസസ്. ദൈവത്തിന് ആവശ്യമുണ്ട്. നീ മുടങ്ങല്ലടാ പ്രാർത്ഥന. നിന്റെ അവസ്ഥ എത്ര വയസ്സായി നിനക്ക്? എത്ര വയസ്സായി? എനിക്ക് 21 വയസ്സായി. വിത്തിൻ 3 years നീ ആള് മാറും. കേട്ടോ സിസ്റ്ററെ, ഇവൻ്റെ അഭിഷേകം മാറ്റും. ഇവൻ്റെ മേലിൽ നിന്നൊരു അഭിഷേകം വന്ന് വീഴുന്നു. വിത്തിൻ 3 years അവൻ്റെ സ്വഭാവം മാറും, അവൻ്റെ രീതി മാറും, അവൻ്റെ അവസ്ഥ മാറും, അവൻ്റെ ഭാവം മാറും. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചോ. യേശുവിന്റെ കരം നിന്റെ മേൽ വരികയാണ്. വരിക 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 വരിക. Fire of God.
പട്ടണങ്ങൾക്കകത്ത് മറഞ്ഞു കിടക്കുന്ന പല ശക്തികളെയും പൊളിക്കേണ്ടവനായി ഇവൻ്റെ കൈയുടെ ബലഹീനത പറഞ്ഞ് പലരും മാറ്റിവെച്ചെങ്കിൽ ദൈവാത്മാ പറഞ്ഞ് കൈ തൊടാതെ മാളത്തിനകത്ത് കിടക്കുന്ന ചില സർപ്പശക്തികളെ അടക്കം വലിച്ചു പുറത്തെടുക്കാൻ കരുത്തുള്ള ഒരു അഭിഷേകമായി ദൈവനെ പുറത്തു കൊണ്ടുവരും. പട്ടണത്തിനകത്ത് വേണം വടിയുമായി നിൽക്കാൻ. ഭയങ്കര മൂവ് നിങ്ങളിൽ നടക്കുന്നു ബ്രദറെ. ബിസിനസ്സുകൾ പലയിടത്തും പരാജയമായിരിക്കും, പക്ഷെ വേറെ കാര്യങ്ങൾ ദൈവം നിങ്ങളോട് ചെയ്യാൻ പോവാ. Come on. Lam shata rakamanashe. ബിസിനസ്സുകൾ പലതും ചിന്തിക്കുന്ന പോലെ നടക്കുന്നില്ല, പക്ഷെ നീ ചിന്തിക്കാത്ത ചില കാര്യങ്ങൾ ദൈവം നിന്നിലൂടെ ചെയ്യാൻ പോവാ. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് പറയുന്ന ഒരു അതോറിറ്റിയുടെ വടി നിന്റെ കയ്യിൽ ഏൽപ്പിക്കും. നീ ചെന്ന് കാല് വെക്കുന്ന ചില ദേശങ്ങൾക്കകത്തുനിന്ന് ചിലർ പിടിക്കപ്പെടാൻ പോവാ. ഒരു അഗ്നി മിന്നൽ പിണര് പോലെ നിന്റെ മേൽ ഇന്ന് പകൽ ദൈവം റിലീസ് ചെയ്യും. സ്വീകരിക്കാൻ റെഡി ആയിക്കോ. Take the fire of God. Labana shekeri anteni rimana shekenia ante rikema shekeni anteni റീബൽ കമനഗഡഗസി. അസാധാരണമായ മഹത്വം നിനക്ക് വേണ്ടി സ്വർഗം വെളിപ്പെടുത്തുക ബ്രദർ. യെസ്, നിന്റെ ചിന്തയല്ല, നിന്റെ പ്രതീക്ഷയല്ല, അതിനേക്കാൾ അപ്പുറം ദൈവം ചിലത് ചെയ്യാൻ പോവുകയാണ്. ഇന്ന് പുതുതായിട്ട് വന്നതാണോ സിസ്റ്റർ? വിളിച്ച് പ്രാർത്ഥിച്ചോ. ഇതിനകത്ത് ഇറങ്ങുന്ന തീയുടെ ഒരു പോർഷൻ നിങ്ങളിലേക്ക് പാസ് ചെയ്യുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. വിടുന്നില്ല നിങ്ങൾ, അത് നിങ്ങളെയും വിടത്തില്ല. അങ്ങനെ ഒരു അനോയിന്റിങ്ങിന്റെ ഒരു ഒഴുക്ക് ഓവർഫ്ലോ തന്നെ നിങ്ങളിൽ വെളിപ്പെടാം. ഒന്നല്ല രണ്ടല്ല പല തവണ ഞാനത് കാണുക. അത് നിങ്ങളിലേക്ക് ഇങ്ങനെ പകർന്നു വരുന്നത്. ചില കൃപാവരങ്ങളുടെ വടി നിന്റെ കയ്യിൽ തരും. ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി നിൽക്കാണ്. ചില കുടുംബങ്ങൾക്കകത്തി വടിയുമായി കയറാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളെ നിയോഗിക്കുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ചെന്ന് ചില പടിക്കെട്ടിൽ കാല് വയ്ക്കുമ്പോൾ മറഞ്ഞു കിടക്കുന്ന ശത്രുവിന്റെ അടിത്തറകൾ പൊളിയുവാൻ തക്കവണ്ണം ഒരു അഭിഷേകത്തിന്റെ ഇംപാർട്ടേഷൻ ഫയർ. യെസ് 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 ഫയർ ഓഫ് ഗോഡ്. ഹോളി സ്പിരിറ്റ് തീ പോലെ കത്തുന്നൊരു ശക്തി ഇപ്പോൾ. കഴിയില്ല സിസ്റ്ററെ, ആരും നിന്നെ തോൽപ്പിക്കില്ല, ആരും നിന്നെ തോൽപ്പിക്കില്ല. നീ ജയിക്കും, നീ ജയിക്കാനുള്ളവളാ. ഇന്ന് പകലിൽ ഈ അനോയിന്റിംഗ് നിന്നിൽ ഫയർ. Yes, receive the glory of Jesus. Chudalava shekeri yantini rimana shekeri yantini ribal kamanagadaga shaida proudi birigadaga. In the name of Jesus. ശക്തിയേറിയ അഭിഷേകം നിങ്ങളുടെ മേലേക്ക് ഇറങ്ങുക. കിടന്നുണ്ട് കുഴപ്പമില്ല, അത് കഴിച്ചോളൂ. അത് അഭിഷേകത്തിന്റെ ഒരു നിറവ് അവനിൽ വരും. നിങ്ങളിരുന്നോ, പേടിക്കട്ടെ. നമ്മുടെ വാൾട്ടീസ് നോക്കണം. പ്രാർത്ഥിക്കുക. നിയോഗങ്ങളിലേക്ക് ചലിക്കേണ്ട സമയമായി വരിക. കാലങ്ങൾക്ക് മുൻപേ, വർഷങ്ങൾക്ക് മുമ്പേ ദൈവം നിങ്ങളെ നോക്കി കണ്ടിരിക്കുന്ന ചില ദൈവ പദ്ധതികളുണ്ട്. ശക്തമായി പരിശുദ്ധാത്മ പ്രവചനാത്മാവിൽ സംസാരിക്കുന്നു. കണ്ടത് ചില പരാജയങ്ങളായിരിക്കാം, പക്ഷെ ഇനി കാണാൻ പോകുന്നത് നിന്റെ കുടുംബത്തെ പരാജയപ്പെടുത്തിയവന്
ദേശത്തിൽ നിന്ന് നീ ചവിട്ടി വെളിയിലാക്കുന്നൊരു സീസൺ. തൊടുക തൊടുക തൊടുക. സാധാരണമായ മഹത്വത്തിന്റെ ശക്തി ഇന്ന് പകലിൽ നിന്നിൽ വ്യാപരിക്കുന്നു. റിസീവ് ദ ഫയർ. Mighty name of Jesus. Chudarabalaba sharadheri anthenia regal kamanagadaga shandal proudi birigadaga rochas kamanagadaga se അവരെന്നുള്ളി പരിശുദ്ധാത്മാവ് തൊടുക. ഇന്ന് പകലിൽ അത്ഭുതം നടക്കാൻ പോവാ സിസ്റ്ററെ. പിടിച്ചോട്ടോ, അത്ഭുതം നടക്കാൻ പോവുക. നിന്റെ വീട്ടിനകത്ത് കുടിയിരിക്കുന്ന ഒരുപാട് ശക്തികളുണ്ട്. ഇന്നത് ഇറങ്ങും. നീ പ്രാർത്ഥിച്ചോ. നിന്റെ കാലുകൾക്ക് സർജറി വേണമെന്ന് പറഞ്ഞെങ്കിൽ അതില്ലാതൊരു സൗഖ്യം നടക്കും. പരിശുദ്ധാത്മാവ് നിന്നെ തൊടാൻ പോവുക. ചില ദുരാത്മശക്തികൾ, ചില ദുർഭൂത സ്പിരിറ്റുകൾ, നിന്നെ നിന്റെ കുടുംബത്തെ വേട്ടയാടിയ ചില ശക്തികൾ ഇന്ന് പകൽ അഴിയും. വിട്ടുപോ. ഈ ശരീരത്തിനകത്ത് നിൽക്കരുത്. Take the power of Holy Spirit. ഇന്ന് ദൈവശക്തി നിങ്ങളുടെ വരിക. ഞാൻ കാണുന്നു നിങ്ങളുടെ കാലുകളിൽ നിന്ന് കെട്ട് അഴിയുന്നു സിസ്റ്റർ. 2 കാലുകളിൽ നിന്നും കെട്ടുകൾ അഴിയുന്നു. 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 ഫ്രീ ആകട്ടെ. നിങ്ങൾ പേടിക്കേണ്ടത്, നിങ്ങൾ അവർ പിടിച്ചോളും. ഫ്രീ ആകാൻ പോവാ. യേശുവിന്റെ നാമത്തിൽ ആ സ്പിരിറ്റ് അഴിഞ്ഞു പോട്ടെ. ദുർഭൂത ശക്തികൾ, പിശാചേ ഈ മകളെ വിട്. സർപ്പത്തിന്റെ ശക്തികൾ, അത് കൂടാതെ കുടുംബത്തിനകത്ത് വാഴുന്ന ചില സകല ദുരാത്മാവിനെയും ഞാൻ വിളിക്കുന്നു. തലപ്പെരുപ്പും തലവേദനയും ഇട്ട തെണ്ണിപ്പിക്കുന്ന പിശാചേ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ യേശുവിൻ നാമത്തിൽ ഇന്നു മുതൽ ഞാൻ കൽപ്പിക്കുന്നു, ഈ ശരീരത്തിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോണം. ഫ്രീ ആകട്ടെ യേശുവിന്റെ നാമത്തിൽ. ജീസസ് നെയിം. ഹോളി സ്പിരിറ്റ്, അവരെ നിന്നെ യേശുവിന് ആവശ്യമുണ്ടടാ. നീ വീട്ടിൽ പ്രാർത്ഥിക്കണം കേട്ടോ. യേശുവേ എന്ന് എപ്പോഴും നിന്റെ മനസ്സിലൊരു ധ്യാനം വേണം. വലിയ ശക്തി നിന്റെ അകത്ത് തന്നിരിക്കുക. ജീസസ്. സമയമില്ലെന്ന് എനിക്കറിയാം. ഇത് നിർത്താൻ പറ്റുന്ന ഒരു അന്തരീക്ഷം അല്ലെന്ന് എനിക്കറിയാം. പക്ഷെ കഴിയില്ല ബ്രദറെ. ഇപ്പോഴെങ്കിലും നിർത്തിയില്ലെങ്കിൽ ഒറ്റ വാക്കിൽ ഞാൻ രോഗികൾക്കൊക്കെ വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ. ഞാനിത് പറയുമ്പോൾ തന്നെ തലപ്പെരുപ്പും തലവേദന, സർപ്പത്തെ ഈ സമയങ്ങളിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് അങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്തു. പാമ്പ് നിങ്ങളുടെ ശരീരത്തിൽ എഴയുന്നതാട്ടോ. കഴിഞ്ഞ ദിവസങ്ങളിൽ പാമ്പിനെ സ്വപ്നം കണ്ടവരായിട്ടോ അങ്ങനെയൊക്കെ ഉള്ളവർ ഉണ്ടെങ്കിൽ ജസ്റ്റ് അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഒന്ന് വേറെ ആരെയുണ്ട് കഴിക്കുക. അങ്ങനെയുള്ളവർ മാത്രം കഴിച്ച് ഇങ്ങോട്ടൊന്ന് വരിക. വരുന്ന സിസ്റ്റർ ഇവിടെ നിന്ന് വരിക. തലവേദനയുണ്ട്, തലവേദന വന്ന് നിൽക്കുക. സർപ്പ സ്പിരിറ്റുകൾ നിങ്ങളെ വേട്ടയാടുന്നു, കൺമുൻപിൽ വരുന്നു, അല്ലാതെ നിങ്ങളെ വേട്ടയാടുന്നു എന്നൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാം
ഈ സമയത്ത് ഈ സ്ഥലങ്ങളിൽ വന്നൊന്ന് മുന്നോട്ടൊന്ന് പ്രാർത്ഥിക്കും. നിങ്ങൾ കൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ടൈം ഇല്ലാത്തതുകൊണ്ടാണ്. അല്ല, ഞാൻ നിങ്ങളുടെ പേര് വിളിച്ച് പ്രത്യേകം പ്രാർത്ഥിച്ചേനെ. എഴുതിക്കട നീ കാണുന്നുണ്ടെന്ന് എൻ്റെ മമ്മി പറയുക. വാ, ഗ്ലോറി ടു ജീസസ്. പ്രാർത്ഥിക്കാൻ കഴിയുന്നവരൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചോണേ. എല്ലാം കയറുന്നു. യെസ്, ബാക്കിയുള്ളവരെല്ലാം ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരെ ഇനി അത് ഫോളോ ചെയ്യരുത്. തലപ്പെരുപ്പ്, തലവേദന, സർപ്പത്തെ സ്വപ്നം കാണുന്നവർ, പാമ്പിൻ്റെ ശക്തികളോ സർപ്പദോഷങ്ങളോ ശാപങ്ങളോ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കേട്ടതോ കേട്ടിരിക്കുന്നവരോ അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ പ്രാർത്ഥിച്ചോണം. നിറഞ്ഞു നിൽക്കുന്ന ദൈവശക്തി ഈ ഹോളിനകത്തുണ്ട്. അത് നിങ്ങളെ തൊടും. ചൂടാലാബ ഷക്കീറിയം തേനി റീബൽ പ്രൗഢിബീതി കട്ടക റക്ഷസ്കമന കട്ടകസി. പ്രാർത്ഥിച്ചു, എല്ലാവരും പ്രാർത്ഥിച്ചു, കണ്ണിലടച്ച് പ്രാർത്ഥിച്ചു. ഇവിടെ നിൽക്കുന്നവരൊക്കെ കണ്ണിലടച്ച് പ്രാർത്ഥിച്ചു. കർത്താവേ, അങ്ങനെ സ്പിരിറ്റുകൾ എന്നെ വേട്ടയാടുന്നു, അതെന്നെ വിട്ട് പോകണം. മനസ്സുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചോ, വായി കൊണ്ട് നിങ്ങൾ പറഞ്ഞു, അതെന്നെ വിട്ട് പോകണം, എന്നെ വിട്ട് പോകണം. ഇപ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതം നടക്കാൻ പോവുക. നിങ്ങളുടെ ശരീരങ്ങളെ ദണ്ണിപ്പിക്കുന്ന ചില രോഗ സ്പിരിറ്റുകൾ, രോഗികളായി ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ അവർ കൂടെ വന്ന് പ്രാർത്ഥിച്ചോ. രോഗ സ്പിരിറ്റുകൾ നിങ്ങളുടെ ശരീരങ്ങളിൽ നിന്ന് വിട്ടുപോകാം. എല്ലാ കണ്ണുകളും അടച്ച് പ്രാർത്ഥിച്ചോ. യേശുവിന്റെ മഹത്വം ഇറങ്ങട്ടെ. കർത്താവ്, ജനത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നൊരു അത്ഭുതം നടക്കണം. ഇവരുടെ ശരീരങ്ങളെ പിടിച്ചിരിക്കുന്ന സകല രോഗബന്ധനങ്ങളെയും യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഞാൻ ശാസിക്കുന്നു. അത് ശരീരങ്ങളെ വിട്ട് റൈറ്റ് നൗ ഫ്രീ ആകട്ടെ, മാറിപ്പോട്ടെ. അങ്ങനെയുള്ള സകല സ്പിരിറ്റുകളും യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞ് ഫ്രീ ആകട്ടെ. വിടട്ടെ. യെസ്, റൈറ്റ് നൗ. രോഗ സ്പിരിറ്റുകൾ വിടുക യേശുവിന്റെ നാമത്തിൽ. എല്ലാ അന്യായ രോഗ ബലഹീനതകൾ, എല്ലാ പൈശാചികന്റെ തന്ത്രങ്ങൾ റൈറ്റ് നൗ